ലക്ഷ്മിജി എത്തിയിട്ടുണ്ട്. നമസ്കാരം ലക്ഷ്മിജി. നമസ്കാരം. നമസ്തേ എല്ലാവർക്കും നമസ്തേ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ പ്രോഗ്രാമിന്റെ ഫൈനൽ ഷെഡ്യൂളിന് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ്. ഇത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്യാമ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ജയ് ശ്രീരാം. ആദ്യത്തെ നമ്മുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ശ്രീ RR സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സിന്ദൂരാരുണ വിഗ്രഹം പ്രണയനാം മാണിക്യമൗലീശ്വരത്താരാ നായക ശേഖരാം മുഖി മാപീനവട്ടോരുകാം പാണിഭ്യാമളിപൂർണ ജന്മചർഹം രത്നോൽഫലം കുപ്രതീം സൗമ്യാം രത്നകടസ്ഥ രക്തചരണാം ധ്യായേതുപരാം ധ്യായേതുപരാമംബികാം ധ്യായേതുപരാമംബികാം. ജയ് ശ്രീരാം. ഇവിടെ ശ്രീരാമ സാഗരം പരിപാടി നമ്മൾ 5 ഷെഡ്യൂളായിട്ടാണ്, 5 ചരണങ്ങളിലായിട്ടാണ് ഈ പ്രാവശ്യം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങെന്ന് പറയുന്നത് ജൂലൈ 17 തൊട്ട് ജൂലൈ 20 വരെ 4 ദിവസങ്ങളിലായിട്ട് നടത്തുന്നത്. അപ്പോൾ നാളെ ആ നല്ല ദിവസം ആരംഭിക്കുകയാണ്. ജൂലൈ 17 വ്യാഴാഴ്ച 8:30 യൂട്യൂബിലാണ് നാളെ നമ്മുടെ ഉദ്ഘാടന ദീപജ്വലനത്തോടുള്ള പരിപാടി നടക്കുന്നത്. ലിസ്റ്റ് ഞാൻ ഷെഡ്യൂളിലൂടെ ഒന്ന് വായിക്കുകയാണ്. ഫസ്റ്റ് ഷെഡ്യൂളിലെ ആദ്യത്തെ ദിവസം പ്രാരംഭ ദിനം യൂട്യൂബിലൂടെ അവതാരണം ശ്രീ സനൽ പോറ്റി, ദീപപ്രജ്വലനം സ്വാമി കൃഷ്ണ വിദ്യാർത്ഥി മഹാരാജ് മഹാമണ്ഡലേശ്വരി വാൽമീകി മന്ദിർ ആൻഡ് ആശ്രമം ഡൽഹി, പ്രേയർ അനിൽ, അധ്യക്ഷ പ്രസംഗം ഡോക്ടർ TP ശശികുമാർ, പാരായണം പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ, ഉദ്ഘാടനം ശ്രീ C രാധാകൃഷ്ണൻ പ്രശസ്ത സാഹിത്യകാരൻ, നൃത്തസന്ധ്യ, അവതരണം നീലമന സിസ്റ്റേഴ്സ് കോട്ടയം. ഇതാണ് നമ്മുടെ നാളത്തെ പ്രോഗ്രാം ഷെഡ്യൂളിൽ. ഇതേക്കുറിച്ച് സ്റ്റുഡിയോ പറഞ്ഞതല്ല, ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാൻ മതിയോ വിനോദ്ജി? നമ്മുടെ അധ്യക്ഷനായ ശശികുമാർ ജോൺ ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ സാറേ ആദ്യത്തെ ദിവസത്തെ നമ്മള് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, അല്ലെങ്കിൽ വായിച്ചു പോയിക്കാണല്ലോ. അതെ, അപ്പോൾ ഈ ഒരു പരിപാടിയെ കുറിച്ച് ഇവിടെ വായിച്ച ലിസ്റ്റും പ്രകാരം ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ സനോജ് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു, പുള്ളി സ്റ്റുഡിയോ ഉണ്ട്, അതെല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് പ്രോഗ്രാം സാനുജി ഞാൻ കേട്ടില്ല. നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂളിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ. പ്രോഗ്രാം ഷെഡ്യൂൾ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വൈശാഖിന് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് പ്രീമിയർ ആയിട്ട് സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ വൈശാഖോട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഓർഡറിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സനൽപോറ്റിയുടെ അവതരണം ഷൂട്ട് ചെയ്ത പ്രകാരം നമ്മളത് സെറ്റ് ചെയ്തു. പിന്നെ ഡയറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് ഒന്ന് ഓമനക്കുട്ടി ടീച്ചറുടേതായിരുന്നു, പിന്നെ രാധാകൃഷ്ണൻ സാറിൻ്റെ, പിന്നെ സനൽപോറ്റി, പിന്നെ ഓമനക്കുട്ടി ടീച്ചറുടെ മകളുടെ വീഡിയോസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഇന്നത്തെ ദിവസമാണ്, ഇനാഗുറൽ ഡേയിൽ അത് ഇല്ലല്ലോ. ഇന്നത്തെ ഷെഡ്യൂൾ പ്രകാരമുള്ള എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫൈനൽ റെഡിയാണ്. എനിക്ക് തോന്നുന്നത് 42-43 മിനിറ്റ്സ് ആണ് അത് വരുന്നത്. നമ്മുടെ ഷെഡ്യൂൾ ടൈം അതായിരുന്നു, കറക്റ്റ് അത്രേ വന്നിട്ടുള്ളൂ. നമ്മുടെ ഓൾമോസ്റ്റ് സ്റ്റുഡിയോയുടെ പൊസിഷൻ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അത് അപ്ലോഡ് ചെയ്യുന്നതിന്റെ നോക്കിയിട്ട് ചെയ്യാം. നാളെ രാവിലെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ പ്രീമിയർ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ, പ്രീമിയറിന്റെ സ്ക്രീനെ.
കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവം വെച്ച് നോക്കുമ്പോൾ സാനിധ്യ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഇപ്പം രാത്രി തന്നെ ഇത് ചെയ്തു വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ലിങ്ക് നമുക്ക് എപ്പോൾ കിട്ടും? ഇതിന്റെ പ്രോഗ്രാം കാണാൻ ലിങ്ക് പ്രീമിയറിന് അപ്പോൾ തന്നെ കിട്ടും. പക്ഷെ അത് നമ്മൾ നോക്കുമ്പോ പ്രീമിയറിംഗ് ഇത്ര അവേഴ്സിന് പ്രീമിയർ ആവുമെന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഒത്തിരി പേര് ചോദിച്ചെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ ഒരു ഇത് നമ്മൾ ഔട്ടിലേക്ക് വരുന്നത് ഈ ലിങ്കിനോടൊപ്പം നമ്മുടെ പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർത്താ വരുന്നത്. അതും കൂടി ഡിസ്ക്രിപ്ഷനിൽ കാണിക്കണ്ടേ എല്ലാ എങ്ങനെയാണ് എന്താണ് പ്രോഗ്രാം എന്നുള്ള എനിക്ക് തോന്നുന്നു ഇനാഗുറൽ ഡേ ആകുമ്പോഴത്തേക്ക് നാളത്തെ ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ ഡിസ്കഷൻ ചെയ്യാം. അതെ. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരു 9 കൂടി നമ്മുടെ പോസ്റ്റർ പോകും. ആ പോസ്റ്ററിന്റെ അടിയിൽ ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് കാണും. ഒരു ഉച്ചയ്ക്ക് ശേഷം അതിനോടൊപ്പം ഈ പ്രീമിയർ ലിങ്ക് കൂടെ കൊടുക്കാമല്ലോ. അതല്ല ഇന്ന് വൈകുന്നേരം 8:30ക്കുള്ള ലിങ്ക് സന്ദർശിക്കണമെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ രാവിലെ അല്ല, ആദ്യമേ പോസ്റ്റ് പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിയോട് കൂടി അല്ലെങ്കിൽ 3 മണിയോട് കൂടി ലിങ്ക് കൂടെ പോകും. അഡ്വാൻസ് ആദ്യമേ പോകുന്നേ ഉള്ളൂ. ഏതാ കാരണം ഇന്ന് തന്നെ ചെയ്ത് നാളെ നിങ്ങൾക്ക് നാളെ വല്ല ഇന്റർനെറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടായാലും അത് റിസ്ക് എടുക്കണ്ട. ഇന്ന് തന്നെ തീർത്തു വയ്ക്കും. സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് ഡേ അത് PDF ആയിട്ട് അയച്ചാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിനകത്ത് നേരിട്ട് ആക്സസ് ചെയ്യാം. അതെ അതെ അങ്ങനെ തന്നെ. അതെ. ലിങ്ക് നമുക്ക് വാട്സപ്പ് എല്ലാത്തിലും ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ വൈശാഖൻ നമുക്ക് നാളത്തേക്ക് കാത്തിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പറഞ്ഞതുപോലെ ഇവിടെ കമ്മിറ്റി തീരുമാനിച്ചതുപോലെ ഇന്ന് അത് ചെയ്തിട്ട് നാളെ രാവിലത്തേക്ക് നമുക്ക് ഇതെല്ലാം ക്ലിയർ ആക്കിയിരിക്കണം. അതില് സ്റ്റുഡിയോയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മാറ്റേഴ്സ് കൊടുക്കുമ്പോ അത് വലിയ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ ഓരോരുത്തരും ശ്രമിച്ചിരിക്കണം. ഫസ്റ്റ് ഡേയില് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആയിരുന്നല്ല, അതെല്ലാം എടുത്ത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഫിനിഷ് ചെയ്ത് അത് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. വൈശാഖിന് വളരെ ഈസി ആയിട്ടുള്ള സംഭവമുണ്ട് അല്ലേ വൈശാഖ്? ഓക്കെ അല്ലേ? അതെ, നമ്മളെ എല്ലാം ആളെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിട്ടാണ് തന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു തുടക്കം സ്റ്റാർട്ടിംഗ് എന്ന നിലയിൽ എല്ലാം പ്ലാനിലെല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു. ക്യാമറയിലുള്ള വിഷ്വൽ തന്നെയാണ് ഇതിലുള്ളത്. അതെ. താങ്ക് യു സ്റ്റുഡിയോ. നെക്സ്റ്റ് ഡേ ഓക്കെ. അപ്പൊ പ്ലാൻ ചെയ്ത പോലെ ഫസ്റ്റ് ഡേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാളെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. 18-ാം തീയതി വെള്ളിയാഴ്ച 8:30 ഇതും നമ്മൾ യൂട്യൂബിലൂടെയാണ് നടത്തുന്നത്. അവതാരണം നമ്മുടെ നടത്തുന്നത് ആങ്കറിംഗ് പാർട്ട് ആർക്കിടെക്ട് ദീപാലക്ഷ്മിയാണ്. പ്രാർത്ഥന നിത്യ ചൈതന്യ ചിന്മയ വിദ്യാലയത്തിൽ നിന്ന്. അധ്യക്ഷൻ ഡോക്ടർ EMG നായർ. പാരായണം ചെയ്യുന്നത് സനൽ പോറ്റി. ബാലകണ്ഠം ഭാഗമാണ് പാരായണം. പ്രഭാഷണം ശ്രീ ബാലചന്ദ്ര മേനോൻ, പ്രശസ്ത സിനിമാ സംവിധായകൻ. ഒരു ലളിതഗാനം അന്നുണ്ട്, ഡോക്ടർ കമല ലക്ഷ്മി. ഭരതനാട്യം കൊട്ടന്നൂർ ഡോക്ടർ സുമത നായർ. അപ്പം ഇതിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കഷൻ ആവശ്യമാണ്. അവതാരണം ആദ്യം ഡിസ്കസ് ചെയ്യാം. അവതാരണം ദീപലക്ഷ്മി ഏത് സ്റ്റാറ്റസിലാണ്, ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, അഥവാ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് എപ്പം നമുക്ക് സ്റ്റുഡിയോയിൽ എത്തിക്കാനുള്ള തരത്തിലാക്കി തരാം എന്ന് പറയുക പ്ലീസ്. ഞാനൊരു 11:30 ആകുമ്പോഴത്തേന് സ്റ്റുഡിയോയിലേക്ക് അയച്ചു തരാം. 11:30. ബാക്കി സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. പൈസ റെഡിയല്ലേ? ബാലേന്ദ്രൻ അയച്ചിട്ടുണ്ട്. ഞാനൊരു എടുക്കുന്നത് എങ്ങനെയാണ്? ലാൻഡ്സ്കേപ്പ് ടൈപ്പിലല്ലേ? അത് പറഞ്ഞു കൊടുത്തവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്, മാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എഡിറ്റിംഗ് സംയോജനം മാത്രമേ ഉള്ളൂ സ്റ്റുഡിയോ ചെയ്യാൻ. അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാണ്. EMG സാറിന്റെ അധ്യക്ഷ പ്രസംഗം അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? അതൊന്ന് കേട്ടിട്ട് എഡിറ്റ് ചെയ്യണം എന്തെങ്കിലും ആവശ്യം വന്നാലേ, ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ. വൈശാഖേ, പിന്നെ നമ്മുടെ ഡോക്ടർ നമ്മുടെ ഓണക്കുട്ടി ടീച്ചറുടെ മകളുടെ സനുജി അയച്ചു തരും. അത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ബാക്കി സ്റ്റുഡിയോയിലെത്തി നാളെ തന്നെ അത് ഇത് വന്നിട്ടുണ്ടാവും. ഓക്കെ. അടുത്തത് 19 ശനിയാഴ്ച അഗൈൻ യൂട്യൂബ്. അവതാരണം ഡോക്ടർ അനിത ശങ്കർ. പ്രാർത്ഥന മീനാക്ഷി സുരേന്ദ്രൻ.
അധ്യക്ഷൻ നമുക്ക് രണ്ടുപേരുടെ പേരുണ്ട്, കൃഷ്ണകുമാറും ഉണ്ട്, അതുപോലെ തന്നെ വി മുരളീധരൻ സാറിന്റെ ഉണ്ട്. ഇത് ഫൈനലൈസ് ആയിട്ടില്ല. പാരായണം ശ്രീ വാസുദേവൻ പോറ്റി, കവി, ഗാനരചയിതാവ്. പ്രഭാഷണം ചെയ്യുന്നത് ഡോക്ടർ എം വി നടേശൻ സർ. കലാപരിപാടി ശ്രീ വിനീത്, പ്രശസ്ത സിനിമാ നടന്റെയാണ്. അപ്പൊ ഇതിന് അനിതാ ശങ്കറിന്റെ മാഡത്തിന്റെ ആദ്യം ആങ്കറിംഗ് പാർട്ടിനെ കുറിച്ച് പറഞ്ഞാട്ടെ. ഡോക്ടർ അനിതാ ശങ്കർ. നാളെ നമുക്ക് ഒരു 5 മണിക്കെല്ലാം ഫൈനലൈസ് ചെയ്യാം. നാളെ 5 മണി. ഞാൻ നാളെ ഇത് അയച്ചുതരാം. ഓക്കെ, നാളെ അയച്ചുതരാം. അതുപോലെ തന്നെ ഒരു സംശയം, ഈ മീനാക്ഷി സുരേന്ദ്രൻ എന്ന് പറയുന്നത് കൊച്ചുകുട്ടിയാണോ, കുമാരിയാണോ, അതോ മിസ്സാണോ? കുമാരിയാണ്. ഓക്കെ ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞിട്ടുണ്ട് വിനോജി, കിട്ടുമായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഇന്നോ നാളെ കിട്ടും. മെയിൽ വഴി കോൺടാക്ട് ചെയ്താൽ എളുപ്പമായിരിക്കും. എന്നോട് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഒരാളെ കോൺടാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അല്ല, അപ്പൊ വിനോജി ഒന്ന് മെയിൽ വഴി കൂടി വേണ്ട. എനിക്ക് അതിലേക്ക് ഇടപെട്ട കുറെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. വിനോജി ഇപ്പൊ എന്നെ ജയശ്രീ ഇപ്പൊ ഈ മീറ്റിംഗ് നടന്നുകൊണ്ട് ഇതപ്പം വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ജയശ്രീയോടൊന്ന് ചോദിച്ചിട്ട്, മുരളീധരന്റെ വൈഫാണ്, എന്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചറാണ്. ഞങ്ങൾ ഒന്നിച്ച് SN കോളേജിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പൊ ഞാൻ ജയശ്രീയോടൊന്ന് ചോദിക്കാം. ഇന്ന് വൈകിട്ട് തന്നെ ചോദിച്ചത് കൺഫേം ചെയ്യാം. നല്ല കാര്യം. ശരി, ഓക്കെ, ചെയ്യാം. ബാക്കി നടേശൻ സാറിന്റെ പ്രഭാഷണത്തെ കുറിച്ച് നമുക്ക് അത് പ്രഭാഷണം പറയാറുണ്ട്. അത് സാറ് നാളെ ചെയ്തായിക്കോ എന്ന് പറഞ്ഞു. നടേശൻ സാറിനോട് ചോദിക്കാം. ഓൾറെഡി കൺഫേം ആണ് പ്രോഗ്രാം. ടീച്ചേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടോ? അധ്യക്ഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസത്തെ ചുമതല. ആദ്യത്തെ ദിവസത്തെ ചുമതല ലക്ഷ്മികാനന്ദനാണ് കൊടുത്തേക്കുന്നത് പ്രോഗ്രാമിന്റെ. ബാക്കി അവതാരകരാ ഓരോ ദിവസം. നമ്മുടെ സണ്ണിൽ പോറ്റി വന്നുകൊണ്ടാണ് നമുക്ക് ഒരാളിനെ വേറെ അനീഷ് വെക്കേണ്ടി വന്നത്. വിനോജി ഒരു മിനിറ്റ്. 17th എനിക്ക് എന്താണ് റോള്? ചുമതലയുള്ള ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയുന്നത് ലക്ഷ്മിജിയാണ്. അല്ല ലക്ഷ്മിജി, അത് ഫുള്ളൊന്ന് ആ വീഡിയോ ബിഫോർ അപ്ലോഡിങ് യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് ആൻഡ് സീ വെദർ ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഓർ നോട്ട്. അല്ലേ പിന്നെന്താ ചുമതല? അതെ, ആ വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സംബഡി ഹാസ് ടു വെറ്റ് ഇറ്റ് റൈറ്റ്. എനിക്ക് കിട്ടിയിട്ടില്ല ഒന്നും. എനിക്ക് എന്താണ് റോളെന്ന് അതുകൊണ്ട് ക്ലിയർ അല്ല. ആസ് ഷെഡ്യൂള് പോലെ അതുണ്ടോ? പിന്നെ അവര് ഒരു ഫ്ലെയർ ഉണ്ടാക്കുവോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വല്ല മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ നോക്കണ്ടേ? നമ്മുടെ സ്റ്റുഡിയോ വൈശാഖ്, അപ്പൊ അതിന്റെ ഒരു നമ്മുടെ ഫൈനലിന്റെ ഒരു ലിങ്ക് ലക്ഷ്മിജിക്ക് അയച്ചു കൊടുക്കാം. അത് അയക്കുമ്പോ വിളിക്കണം. ഒരു 1/2 മണിക്കൂർ കാണും ആ സ്ഥലത്ത്. അത് കഴിഞ്ഞ് അത് കണ്ടിട്ട് അത് അപ്രത്യക്ഷമാവും. അല്ല, പ്രൈവറ്റ് ആയിട്ട് ലിങ്ക് അൺലിസ്റ്റഡ് ആയിട്ട് ഷെയർ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞത് നമ്മള് ഇപ്പഴല്ല, ഒരു 3 വർഷം മുമ്പ് ഒരു സംഭവം മിസ്സിംഗ് ആയി. അഭിഷേക് രോഹാന്റെ ഒരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കച്ചേരിയായിരുന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഒരു അസസ്മെന്റ് നടത്തി കഴിഞ്ഞപ്പം അത് സ്റ്റുഡിയോയിൽ തന്നെ കസ്റ്റഡിയിൽ ഇരിക്കണം എന്നുള്ളതാണ് അന്ന് തീരുമാനിച്ചത്. ഇപ്പഴല്ല, നമ്മൾ 3 വർഷം മുമ്പ് സാറേ 3 വർഷം മുമ്പാ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് അത് ഇതായത്. പിന്നെ നമ്മുടെ ഈ പരിപാടി ഇത്രയും പോപ്പുലറും ഒക്കെ ആയതുകൊണ്ട് പല പല പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരും. അപ്പൊ അതൊരു അതിന്റെ ഒരു എന്താ പറഞ്ഞ ഒരു സുരക്ഷിതത്തിന് വേണ്ടി എടുക്കുന്ന ഒരു പ്രൊഫഷനാണ്. അതേപോലെ പ്രീമിയറിന്റെ മാക്സിമം വ്യൂവേഴ്സിനെ സ്റ്റാർട്ടിങ് തന്നെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണമല്ലോ. അതെ, ഇപ്പൊ ഒരു കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇന്തോനേഷ്യയിലെ സെനറ്റർ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നു, മെയിൽ അയച്ചു തന്നു, നമ്മൾ ടെലികാസ്റ്റ് ചെയ്തു. അദ്ദേഹം അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് ടക്കെന്ന് പറഞ്ഞൊരു സംഭവം നിന്ന് പിന്നെ ഓടിയില്ല സംഭവം. അപ്പൊ അതിന്റെ അത്രയും സംവിധാനമൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇതിനകത്ത് നേരത്തെ. അതുകൊണ്ടാണ് നമ്മൾ ചില ആൾക്കാരുടെയൊക്കെ അത്ര സ്വീകരിക്കാത്തത്. അതുകൊണ്ട് എംബസി, ഇന്ത്യക്കകത്തുള്ള എംബസിയുടെ ആൾക്കാരിലേക്ക് നമുക്ക് പരിപാടി
അത് ചേട്ടാ യൂട്യൂബിന്റെ സ്ട്രീം കൊടുക്കാതെ ഡ്രൈവിൽ കൊടുത്താൽ പ്രോഗ്രാം അല്ല, ഉണ്ടല്ലോ, അതാ ഡ്രൈവിൽ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് കൊടുത്താലും പോരെ? അല്ല സാറേ യൂട്യൂബ് അല്ല ലിങ്ക് അയച്ചു കാണാനേ. അല്ല വൈശാഖിന്റെ ഡൗൺലോഡ് ചെയ്ത് സെപ്പറേറ്റ് അയച്ചാൽ മതിയല്ലോ. ഡ്രൈവിൽ അയച്ചു കൊടുക്കാമല്ലോ. ഏതാണ് അല്ല സാറേ കാണാനുള്ള സംവിധാനം സ്റ്റുഡിയോയിൽ ചെയ്യില്ലോ. ഇത് കഴിയുമ്പോൾ ചെയ്തു. ഓക്കെ ലക്ഷ്മി അത് മതി. ഓക്കെ. മനസ്സിലായില്ല എങ്ങനെയാണ് ഞാനപ്പോ? അത് വൈശാഖ വിളിക്കും മീറ്റിംഗ് കഴിയുമ്പോൾ അത് കാണാനുള്ള സംവിധാനം ചെയ്തു തരും. ഓക്കെ. ഓക്കെ ഓക്കെ ശരി. അപ്പൊ നമ്മള് ഈ 3 ദിവസത്തിന്റെ കഴിഞ്ഞില്ലേ നമ്മള് ചേച്ചി? അടുത്തത് 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം സെമിനാർ 20-ാം തീയതി. ഇനി ഉദ്ഘാടന ദിവസത്തിന്റെ ലാസ്റ്റ് ദിവസം, അതായത് 20th, നമ്മൾ 4 ദിവസം 20th ഞായറാഴ്ച അവതരണം നടത്തുന്ന അരുൺ കുമാറാണ് ഡൽഹിയിൽ നിന്ന്. പ്രാർത്ഥന ഭജന സംഘം പാഞ്ചന്യം ഭാരതം ഡൽഹി ഘടകത്തിന്റെ ഭജന സംഘമാണ് പ്രാർത്ഥന എന്ന് ആലപിക്കുന്നത്. അധ്യക്ഷ പ്രസംഗം ലാൽകൃഷ്ണ, ശ്രീ ലാൽകൃഷ്ണയാണ്. സൗണ്ട് കണ്ടൊന്ന് വരുന്നുണ്ട്. സർസി ടീച്ചറെ ഒന്ന് മൂട്ട് ചെയ്യണേ. സർസി ടീച്ചറെ അവിടെ സർസി ടീച്ചറെ ഒന്ന് മൂട്ട് ചെയ്യണേ. ഞാൻ വിനോദ്, എപ്പോഴും ഈ ആരടുത്തെങ്കിലും സൗണ്ട് വരുമ്പോ ആരാണോ ഹോസ്റ്റ് ചെയ്യുന്നത് അവര് മ്യൂട്ട് ചെയ്യുന്നതാണ് ഈ മ്യൂട്ട് ചെയ്യണേ ആ ഡിസ്റ്റർബൻസ് ആണ് കൂടുതൽ. I was supposed to mute it. Now I have done it. Okay, I'll take care of it. So, അധ്യക്ഷൻ ശ്രീ ലാൽകൃഷ്ണ ആണ്. പാരായണം ചെയ്യുന്നത് കുമാരി നയന അനിൽ ആറന്മുള. അഹല്യ മോക്ഷമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഡയറക്റ്റ് വരത്തില്ല ഗൂഗിൾ മീറ്റ് വഴി? ഗൂഗിൾ മീറ്റ് വഴി ഡയറക്റ്റ് വരും. അന്ന് പിന്നെ നമ്മളുടെ പ്രഭാഷണം സെമിനാർ ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. അത് നമ്മുടെ അധ്യക്ഷനാണ് ഡോക്ടർ ടി പി ശശികുമാർജി. സബ്ജക്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഏറെ ഡിസ്കസ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്ത സബ്ജക്റ്റ് ആണ് വിന്നിംഗ് ദ ഇന്നർ ബാറ്റിൽ, യൂത്ത് സക്സസ് ആൻഡ് സെൽഫ് മാസ്റ്ററി. ഓക്കെ. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം നമ്മൾ കുറച്ചുകൂടെ ഓഡിയൻസ് വരാനും അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാൻ വേണ്ടി നമ്മുടെ യുവഭാരതിയെ നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. എസ്പെഷ്യലി മിസ്റ്റർ അരവിന്ദ് ഡൽഹി, OS ബിനു, യുവഭാരതിയിലെ എല്ലാ മെമ്പേഴ്സും, അതുപോലെ സതീഷ് സുനിലിനെ പ്രത്യേകിച്ച് ഭജന സംഘത്തിനെ തയ്യാറാക്കി നമ്മുടെ പ്രാർത്ഥന നന്നായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടി. വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറയുന്നത് ശ്രീ ബിജോ വിജയനാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മുടെ അധ്യക്ഷന്റെ അഭിപ്രായം അതുപോലെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനാണെങ്കിൽ പറയുക. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അധ്യക്ഷൻ അത് കൂട്ടിച്ചേർക്കും. ബിനീഷ് നമ്മുടെ യുവഭാരതി വൈസ് പ്രസിഡന്റ് മീറ്റിംഗിലുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ ബിനീഷ്? അല്ല, അവിടെ ഒരു സംശയം. ഈ ഭജന സംഘം, അഭിനന്ദ ഒരു കാര്യം, ഭജന സംഘം എന്ന് പറയുമ്പോ കേൾക്കാമോ? കേൾക്കാം സാറേ. കേൾക്കാം. പ്രാർത്ഥന ഭജന സംഘം എന്ന് പറഞ്ഞില്ലേ ശ്യാമളാജി? പ്രാർത്ഥന ഭജന സംഘം എന്ന് പറഞ്ഞത് അത് പ്രാർത്ഥനയാണോ ഭജനയാണോ? ഭജനയല്ല, നമ്മുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. അന്നത്തെ ഈശ്വര പ്രാർത്ഥന ഒന്നിലധികം കുട്ടികളെ ഒരുപക്ഷെ ഒന്നിച്ച് നിന്നുകൊണ്ടൊരു പ്രാർത്ഥന ചൊല്ലുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഭജന സംഘമുണ്ട്. അപ്പൊ ആ കുട്ടികളെ ഒന്നിച്ച് പ്രാർത്ഥന ആരംഭിക്കുക എന്നുള്ളതാണ് അതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത്. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, പറയുക. ഒരു മിനിറ്റ്. ബിനീഷ് അവൈലബിൾ ആണോ മീറ്റിംഗില്? നോക്കട്ടെ. ബിനീഷ് ഉണ്ട്. വിനോജി, ഞാൻ കൃഷ്ണകുമാരിയുടെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. രണ്ടുപേർക്കും അയച്ചിട്ടുണ്ട്. ശമ്പളജി കിട്ടിയോ? കിട്ടി. ബിനീഷ് ജി ഉണ്ട്. ബിനീഷ് എടക്കേരി ഉണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം ഉണ്ടെങ്കിൽ. ഹലോ. ഹലോ. കേക്കാം. പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഡൽഹിയിലെ ആൾക്കാരുടെ പ്രസൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ് 20-ാം തീയതി നമ്മുടെ ഉദ്ഘാടന സെഷത്തിന്റെ ലാസ്റ്റ് ഡേ. അപ്പം പല അസൗകര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ഉണ്ടെങ്കിൽ അത് പറയാം. അസൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ കേരള സ്കൂളിന്റെ ആനിവേഴ്സറി ആയിരുന്നു. നമ്മുടെ കുട്ടികളെല്ലാം പോകുന്നുണ്ടായിരിക്കും. അപ്പോ അതെല്ലാരോടും ഒന്ന് ചോദിക്കാം, എങ്ങനെയാണ് ഭജന നമ്മള് ഇത് വെച്ചെന്നാലേ എല്ലാരും ആ സമയത്ത് 8:30 എത്തുവാൻ പറ്റുമോ? വിനോജി, നമ്മുടെ കുട്ടികളെല്ലാം അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാമിന്. ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ ആണ്. അപ്പൊ പേരൻസിനെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പോകണം. 9 മണിയൊക്കെ കഴിയുമെന്ന് തോന്നുന്നു. ശ്യാംലാലിനെ വിളിച്ച് മക്കളുടെ കാര്യം പ്രയറിലേക്ക് എടുക്കുക, പ്രാർത്ഥന അങ്ങനെ അറേഞ്ച് ചെയ്യുക. ഇതിന്റെ ഇമ്പോർട്ടന്റ് മനസ്സിലാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യുക.
സ്കൂളിലെ കുട്ടികളുടെ പരിപാടി ഒഴിവാക്കാൻ പറ്റത്തില്ല. പിച്ച് പരിപാടി അവരുടെ 50ാം വാർഷികത്തിന്റെ പരിപാടികളാണ് സ്കൂളിന്റെ. അപ്പൊ അത് പോവുക. പക്ഷെ നമ്മളത് അതിന്റെ ഒരു ഈ സ്കൂളിൽ പോകാത്ത പ്രോഗ്രാമിന് പോകാത്ത നമ്മുടെ കുട്ടികളെ പ്രാർത്ഥന ചൊല്ലിക്കരുത്. ഫുൾ കുട്ടികൾ അതിലെ ഇൻവോൾവ് ആണ്. എല്ലാരും നൃത്തവും സംഗീതവും എല്ലാം നമ്മുടെ ബോയ്സ് വരെ അതിൽ ഇൻവോൾവ് ആണ്. എല്ലാവർക്കും ഒരേ ഡാൻസ് പ്രോഗ്രാമുകൾ. 1 by 1 ആയിട്ട് പറയണേ, നമുക്ക് കേൾക്കാം. രണ്ടുപേരും പറയുമ്പോ സത്യമായിട്ടും പറഞ്ഞോളൂ, അത് കഴിഞ്ഞ് ഫിനിഷ്. അതിന് എല്ലാ കുട്ടികളും നമ്മുടെ ഗുരുകുലത്തിലുള്ള ഫുൾ കുട്ടികൾ, അതായത് സംഗീതവും നൃത്തവും എല്ലാമായിട്ട് അവർ അതിൽ ഇൻവോൾവ് ആണ്. ഒരു കുറെ ദിവസങ്ങളായിട്ട് ഒരു പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം അത് നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ ആരുമില്ല, കുട്ടികളല്ലാത്തവരാരും ഇല്ല. പിന്നെ ബിനീഷ് പറഞ്ഞോളൂ. ബിനീഷ്, അതിന് ഞാനും അത് തന്നെയാ പറയാനിരുന്നത്. നമ്മുടെ ഗുരുകുലത്തിൽ എല്ലാ കുട്ടികളും ഉണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയം പ്രാർത്ഥനയെ കുറിച്ചല്ലേ? നിങ്ങൾ പ്രാർത്ഥനയെ കുറിച്ചല്ലേ ഈ പറയുന്നത്? പ്രാർത്ഥന ചെയ്യുന്നതിനുള്ള വൈശിഷ്ട്യമല്ലേ പറയുന്നത്? അതെ. അപ്പൊ വിനോദ്, അത് ലാസ്റ്റ് നമുക്ക് അധ്യക്ഷനോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിനകത്ത് അല്ല ചേച്ചി, ഒരു മിനിറ്റ്. അതിനകത്ത് നമ്മുടെ ആൾക്കാരുടെ പ്രസൻസിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാം നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്തത് കൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്യുന്നില്ല. ആ പരിപാടി ഉണ്ടാവും. അപ്പൊ ആള് കുറയുന്നതനുസരിച്ച് നമ്മൾ വേണ്ട പ്രിക്കോഷൻസ് എടുത്തോളാം. വേറെ സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാരെ അതിനകത്ത് പ്രസന്റ് ആക്കിക്കോളാം. ഇവിടെ ഒരു ഷോർട്ടേജ് വരുമ്പോൾ നമുക്കൊരു ഇത് വരും. ഇപ്പൊ പ്രയറിന്റെ അത് ഒഴിവാക്കിയിട്ട് ആൾക്കാരെ അതിനകത്തൊരു ടെൻഷൻ വരണ്ട. ഇടയ്ക്ക് ആൾക്കാർ ആ തീരുന്നതനുസരിച്ച് വന്ന് ജോയിന്റ് ആയിക്കോളും പരിപാടി. നമ്മുടെ പരിപാടി 9:30 വരെ കാണും. പരമാവധി ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അധ്യക്ഷൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു, ഭാഷ ഒരു ബാരിയർ അല്ല ഇതല്ലേ എല്ലാ ഭാഷ, അതായത് ഇംഗ്ലീഷിലും നമുക്ക് ഈ സെമിനാറിലൊക്കെ കുറിച്ച് ഞാൻ പറയുന്നത്. സെമിനാറിനകത്ത് ഇന്ററാക്റ്റീവ് സെഷനിൽ നമുക്ക് എല്ലാ ഭാഷയും അറിയാവുന്നവർക്ക് വരാൻ കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പോകാം. ഇംഗ്ലീഷിലാണ് പ്രോഗ്രാം. ഇംഗ്ലീഷിലും മലയാളത്തിലെന്നുള്ളതാണ് ഒന്നുകൂടെ ക്ലാരിറ്റി എനിക്ക് തോന്നുന്നു. ഇപ്പം TPS ഇംഗ്ലീഷിലാണ് പ്രോഗ്രാം. വിനോദ്ജി, നന്ദി പറയുന്നത് ബിജോയ്ക്ക് അസൗകര്യമുണ്ട്. ഒരു മിനിറ്റ് ചേട്ടാ, ബിജോയ്ക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അനുരാഗനെ കൂടെ അറേഞ്ച് ചെയ്യണം. പറഞ്ഞാൽ മതി. ബിജോ സ്കൂളിലെ പ്രസന്റ് ആകുവാണ് സമയത്ത് ഇല്ലെങ്കിൽ പകരം ഒരാളെ കൂടെ വെച്ചാൽ അറേഞ്ച്മെന്റ്. അത് ഗൂഗിൾ മീറ്റിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആ സമയത്ത് ചെയ്യാവുന്നതാണ്. ഇനിയും TPS പറഞ്ഞിട്ട് ഞാൻ ഇതിനാണ് പറഞ്ഞത്. ഒരു ദിവസത്തെ അവതരണം അരുൺകുമാറാണ്. ആ അരുൺകുമാറിന് പ്രാർത്ഥന ആരാണ്, ഈ ആരാണ് നന്ദി പറയുന്നത്, അവർക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ വേറൊരാളെ ചെയ്യുക. ഇതൊന്നും ഈ കമ്മിറ്റിയിൽ വേറെ ആർക്കും ചെയ്യേണ്ട കാര്യമല്ല. അത് 1-2 ആളോട് കൺസൾട്ട് ചെയ്ത് തീർക്കാവുന്നുള്ളൂ. നിങ്ങൾ ഈ വരുന്ന എല്ലാ ദിവസത്തേതും ഇതേപോലെ മീറ്റിംഗ് വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാളെ ഏൽപ്പിച്ചാൽ. ഇപ്പം ഇന്നത്തെ അവതരണം അരുൺകുമാർ ആണെങ്കിൽ അരുൺകുമാർ ആരൊക്കെയാണെന്ന് തീരുമാനിക്കുക. ആവശ്യമുള്ളവരോട് ഫോൺ വിളിക്കുക, നിങ്ങൾ തീരുമാനിക്കുക. ഒരാൾക്ക് ഭജന സംഘത്തിന് പാടാൻ പറ്റില്ല, അവരെ വിട്ട് വേറെ പ്രാർത്ഥനയെല്ലാം ആളെ കിട്ടാനാണോ ബുദ്ധിമുട്ട്? എന്തിനാ നമ്മളിങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമ്പർ 1. നമ്പർ 2, ഇതിൽ പങ്കെടുക്കാവുന്നത് ഈ കുട്ടികൾ മാത്രമല്ലല്ലോ. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂത്ത് പ്രോഗ്രാമാണ്. യൂത്ത് ഉണ്ടാവും, ഡിസ്കസ് ചെയ്യും. അവരൊരു സെമിനാർ പോലെ, വർക്ക്ഷോപ്പ് പോലെ, സിമ്പോസിയം പോലെയൊക്കെ ആണെങ്കിൽ അതിൽ താല്പര്യമുള്ളവർ കുറച്ച് നേരത്തെ പേര് തന്ന്, അല്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡയലോഗ് ബേസിസിലാണെങ്കിൽ അതിന് കുറച്ച് എഫേർട്ട് ഉണ്ടാവണം. ആൾക്കാരെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഡോണ്ട് വറി. അതെ, ഞാൻ ചോദിക്കണത് ഇതിനനുസരിച്ചിട്ട് ഇപ്പം അരുൺകുമാർ ആണ് ഇതിന്റെ അവതരണം. അതാണ് ഞാൻ പറഞ്ഞ ഒരു ദിവസം ഒരാളെ ഐഡന്റിഫൈ ചെയ്യുക, അയാളെ ഏൽപ്പിക്കുക, അയാളെ പ്രാർത്ഥനയുണ്ടോ, റെഡിയാണോ, അതല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആര്, അങ്ങോട്ട് തീരുമാനിക്കുക. കഥ അല്ലാതെ ഈ എല്ലാ ദിവസത്തേത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ വിനോദും ശ്യാമളാജിയും മാത്രമാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ബിഗ് ടാസ്ക്. ഓരോരാളെ ഏൽപ്പിക്കുക, ഒരു ദിവസത്തേക്ക് ഒരാളെ ഏൽപ്പിക്കുക. ലെറ്റ് ദം ഡു ദാറ്റ്. യു ക്യാൻ ഓൺലി ചെക്ക് വിത്ത് ഹിം, ചെയ്തിട്ടുണ്ടോ ഒന്ന് കൺഫേം ചെയ്യാം. പണി തീർന്നു. അതായിരിക്കും നല്ലത്. ഒരു സിങ്ക്രണൈസ് ചെയ്ത് നമ്മൾ പോണെങ്കിലുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ നോക്കിയിട്ടുള്ളതാണ് നേരത്തെ, പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് നമുക്കറിയാവുന്ന കാര്യമാണ്, ഷോൾഡറിംഗ് റെസ്പോൺസിബിലിറ്റീസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ? അപ്പൊ ആ സമയം ആകുമ്പോഴത്തേക്ക് അത് പറ്റിയിരുന്നില്ല. നമ്മളിത് നോക്കിയിട്ടുള്ള കാര്യമാണ്. അല്ല, യു ക്യാൻ ചെക്ക്, യു ക്യാൻ ഓൾവേസ് ചെക്ക് വിത്ത് ദം, റൈറ്റ്? ഞാൻ പറയുന്നത് ഒരാളെടുത്ത് ചെക്ക് ചെയ്താൽ മതിയല്ലോ. കാരണം ഇത്രയും ആൾക്കാര് ഇപ്പം 10, 40, 28 പേര് വെറുതെ ഇരുന്നിട്ട് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല പലർക്കും. അവരുടെയൊക്കെ ടൈം വേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എനിക്ക് ഇൻക്ലൂഡിങ് മീ, ഇപ്പൊ
ഇപ്പൊ ആ പ്രാർത്ഥന ഇവര് ചൊല്ലോ അവര് ചൊല്ലുമോ എനിക്കെന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒന്നുമില്ലല്ലോ. അപ്പൊ ഒരാൾ ഏൽപ്പിച്ചാൽ അയാൾ ഈ വിൽ ഡു ഇറ്റ്. ഇതിനകത്ത് ടെക്നിക്കലായിട്ടുള്ള നമ്മളിപ്പം ഒന്നിച്ചൊരു സംഭവം കൊണ്ടുവരുമ്പോൾ അതിന്റെ 1 to A to Z നന്നാകുമ്പോൾ മാത്രമല്ലേ ഇറ്റ് ഈസ് ഗുഡ്. വെൽ ഡൺ എന്നുള്ള ഒരു ഇത് വരുന്നുള്ളൂ. ഐ ആം നോട്ട് സെയിങ്. പക്ഷെ ഞാൻ പറഞ്ഞു ഒരാളെ ഏൽപ്പിച്ചാല് അന്ന് അയാൾ അവൈലബിൾ ആണോ, ബൈ ചാൻസ് അവൈലബിൾ അല്ലയോ, 2 സബ്സ്റ്റിറ്റ്യൂട്ട്, ആ പേരുകൾ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഫ്ലോസ്. മനസ്സിലായി. ഞങ്ങളുടെ ആ ഒരു ലോഡ് കുറയ്ക്കാനോട് ആഗ്രഹിക്കുന്നു. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ സിംഗിൾ പോയിന്റ് ആകുമ്പോ പ്രോബ്ലം. പക്ഷെങ്കില് നമുക്ക് നമുക്ക് ഗ്രാജുവലി നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഞാൻ എന്റെ അഭിപ്രായം. അതെ, ഞാൻ പറഞ്ഞത് ഇപ്പം ഒരാള് പ്രാർത്ഥനയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഫൈൻഡ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് പുട്ട് ദം ആൻഡ് അവരെ വേറെ ദിവസം ഷെഡ്യൂൾ ചെയ്താൽ പോരെ. പ്രാർത്ഥന ഈസ് എ വെരി സ്മോൾ തിങ്. അത് നമുക്ക് കാര്യമല്ലോ അറേഞ്ച് ചെയ്യാവുന്നതാണ്. യെസ്, ജനറൽ സെക്രട്ടറി പ്ലീസ്. നമ്മുടെ ഒരു തുടർന്ന് വരുന്ന ഒരു പരിപാടിയാണ് ശ്രീരാമസാഗരം. അപ്പൊ അതിനകത്തൊരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിങ്ങില് അത് ഷെഡ്യൂൾ ചെയ്ത് പോവുക ചെയ്തത്. സാധാരണ നേരത്തെ മുൻകാലങ്ങളിൽ എല്ലാം രാവിലെ ഏർലി മോർണിംഗില് 7:30 നമ്മൾ അതാരായിട്ട് അത് മോട്ട് ചെയ്യണേ. അവിടുന്ന് സൗണ്ട് വരും. ഞാൻ ചെയ്തോളാം. 7:30 നമ്മള് ഇതാവും. ഒരു അരമണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യും. അതാത് ദിവസങ്ങളിൽ 9 മണിയോട് കൂടി അതിന്റെ പോസ്റ്റ് പോവാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. അതിനകത്ത് എന്തെങ്കിലും മാറ്റം വേണം നമുക്ക് ഡിസിഷൻ എടുക്കാം. പക്ഷേ ഈ എല്ലാവരും പല സ്ഥലങ്ങളിലും തിരക്കിലും ആയതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയാൻ ഒരു മെസ്സേജ് അയച്ച് ചിലപ്പോൾ അതിന് മറുപടി വരുന്ന ഒരു സമയത്ത് ഇതിന് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ഫുൾ ടൈം നിൽക്കുന്ന ആൾക്കാരുണ്ട്, പാർട്ട് ടൈം നിൽക്കുന്നവരുണ്ട്, നാമമാത്രമായിട്ട് നിൽക്കുന്നവരുണ്ട്. ഇതെല്ലാവരും മിക്സ് ചെയ്തൊരു പ്രോഗ്രാം പോകുമ്പോൾ അത് പ്രാക്ടിക്കലായ ഒരു സൈഡാണ് നമ്മളിപ്പം ഫോളോ ചെയ്യുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് ഇന്നുണ്ട്. അതിലൊരു മാറ്റം വേണമെങ്കിൽ നമ്മൾ തീരുമാനിച്ചാൽ മതി. മാറ്റം അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് എപ്പോഴും വരുമ്പം അത് ഒരു വലിയൊരു ഫെയിലറായിട്ട് വരും. അവസാനം പിന്നെ അതിന്റെ പ്രൈം റെസ്പോൺസിബിലിറ്റി നിൽക്കുന്നവർ വളരെ വലിയ ടെൻഷൻ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ചില കാര്യങ്ങൾ മിസ്സിംഗ് ആവും, ചില ആൾക്കാർക്ക് മറ്റേ അസൗകര്യങ്ങളാവും. കാര്യം സ്റ്റുഡിയോ സമയത്ത് പോയി എല്ലാം ചെയ്തു വരുവാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു എഫേർട്ടാണ്. അപ്പൊ അത് ഒരാളൊരു ഇൻഡിവിജ്വലായ ഒരു കാര്യം ചെയ്യുന്നത് പോലെ ഒരു സംഘടന ചെയ്യുമ്പോൾ പല ആൾക്കാരുടെ ഏകോപനം വേണ്ടി വരും പല പരിപാടികൾ. ഇപ്പൊ നമ്മൾ പ്രോഗ്രാം തന്നെ കുറച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഈസി മെത്തേഡ് നമുക്കിപ്പോ കിട്ടുന്നുണ്ട്. നേരത്തെ സ്വാഗതം പറയാൻ സെപ്പറേറ്റ് ആൾക്കാരുണ്ടായിരുന്നു. ചാനൽ ഡയറക്റ്റ് വന്ന് ചാനലിൽ വരുന്ന പോലെ ലിങ്ക് കയറി സംസാരിക്കുമായിരുന്നു. ഇപ്പൊ ഇതെല്ലാം അഡ്വാൻസ് റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കരുതണ്ട എന്നുള്ളതാണ്. നമ്മൾ അത് കുറച്ചുകൂടെ എന്താ പറഞ്ഞ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഡൗട്ട് വന്നില്ല, സെക്കൻഡ് ഡേ ഡൗട്ട് വന്നില്ല, തേർഡ് ഡേ ഡൗട്ട് വന്നില്ല, 4th ഡേ ആണ് ഒരു കൺഫ്യൂഷൻ വന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അസൗകര്യം മെൻഷൻ ചെയ്യുന്നത് ഇന്നലെ രാത്രിയിലാണ്. അപ്പൊ അത് ഇന്ന് മീറ്റിംഗിൽ ഇത് പറയാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് പ്രശ്നം. ശരി. അല്ല ഇപ്പൊ നമ്മൾ ഇത്രയും അല്ല ശ്യാമളാജി, ഇത്രയും പേര് നമ്മള് ഇരിക്കുന്നുണ്ട്. നമ്മള് ഇതുപോലെ ഓരോരുത്തർക്കും ഇതിനകത്ത് അഭിപ്രായം പറയാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ രാവിലെ 7:30 നമ്മൾ 5 or 6 പേര് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു ഫൈനൽ ടച്ചപ്പിന് കൂടുന്ന പോലെ പ്രോഗ്രാമിന്റെ തലേ ദിവസമോ അല്ലെ ഡേ ബിഫോർ ഒരു ദിവസം മുമ്പോ നമ്മൾ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ഈ പ്രോഗ്രാമുമായിട്ട് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ടവരും അതുപോലെ തന്നെ അത് പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടവരും പ്രോഗ്രാമിന്റെ ചാർട്ട് ചെയ്യുന്ന ശ്യാമളാജിയും വിനോദോ അങ്ങനെ 2, 4, 6 പേര് കൂടി ഒന്ന് ഫൈനൽ ടച്ചപ്പ് ചെയ്താൽ മതി. ബാക്കി ഈ ചെറിയ നിസ്സാര വിഷയത്തിന് വേണ്ടി എല്ലാവരുടെയും സമയവും ചർച്ചയും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കുന്നുണ്ട്. അത് വളരെ നന്ദി സാർ അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും സമയത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത് കൂടിയതിന്റെ ഒരു പ്രത്യേക കാരണമുണ്ട്. നാളെ നമ്മുടെ ശ്രീരാമ സാഗരം അതായത് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഇതുപോലെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള അതിനകത്ത് വെക്കപ്പെട്ട് നോക്കണം. കാരണം കോർ കമ്മിറ്റിയും സംഘാടക സമിതി എന്നാണ്. അപ്പൊ അവരുടെ നോട്ടീസിൽ നോളജിൽ കൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. എല്ലാം ഞങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പൊ ഇനി ഗ്രാജുവലി നമ്മൾ അങ്ങനെയാണല്ലോ എല്ലാ ദിവസവും അതെ എല്ലാ ദിവസവും അതിന്റെ ആവശ്യം വരികയല്ല. ഇന്നിപ്പോ നമുക്ക് ജനറലി ഒരു അവയർനെസ് സ്റ്റാർട്ടിംഗ് ഡേ ആണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ അധ്യക്ഷന്റെ ആ ശാസ്ത്രീയപരമായിട്ടുള്ളതും ആ ടെക്നിക്കൽ പരമായിട്ടുള്ള അറിവ് നമുക്ക് തീർച്ചയായിട്ടും വളരെയധികം ബെനിഫിറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അത് അദ്ദേഹത്തിന്റെ ഗൈഡൻസ് കൂടെ എനിക്ക് തോന്നുന്നു വരും വർഷങ്ങളിൽ നമുക്കിത് വളരെ ക്യാപ്സുലായിട്ട് ചെയ്ത് ഈസി വേയിൽ നമുക്ക് ചെയ്യാൻ സാധ്യമാകുമെന്നുള്ളൊരു വലിയ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ 4 ഫസ്റ്റ് ഷെഡ്യൂളിന്റെ 4 ദിവസത്തെ പ്രോഗ്രാം ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. അത്യാവശ്യം നമുക്ക് റിമാർക്സും കാര്യങ്ങളും കിട്ടി. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇപ്പൊ ഇവിടെ
ഈ സിമ്പോസിയം അല്ലെങ്കിൽ സെമിനാർ അതിൽ ശ്യാമളാജി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടാവോ? കുട്ടികള് കുറച്ച് യൂത്ത് ആയിട്ടുള്ളവര് ഡിസ്കസ് ചെയ്യാനോ സംസാരിക്കാനോ താല്പര്യമുള്ളവരുണ്ടാവോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതൊരു പ്രഭാഷണം ആയിട്ടല്ലല്ലോ, ഒരു ഡിസ്കസ് സിമ്പോസിയം പോലെ ആണെങ്കിൽ ചോദ്യം ചോദിക്കാനോ ഇന്ററാക്ട് ചെയ്യാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചാർട്ട് ചെയ്താലേ എളുപ്പം നടക്കുള്ളൂ, അല്ലെങ്കിൽ അത് നീണ്ടുപോകും ചിലപ്പോൾ. ഒരു 7 പേര് കാണും ചോദ്യങ്ങൾ ചോദിക്കാൻ. അവര് നേരത്തെ അവരുടെ ചോദ്യങ്ങൾ അയച്ചു തരണം, അല്ലെങ്കിൽ ചിലപ്പം ചോദിക്കുന്ന വിധവും അവരുടെ ഡയലോഗൊക്കെ മാറിപ്പോകും, റെപ്പീറ്റേഷൻ ഒക്കെ വരും ചിലപ്പോൾ. ഓക്കെ, അപ്പൊ അത് നമ്മള് 2 ദിവസം കൊണ്ട് അതിന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കും. നേരത്തെ അഡ്വാൻസ് ചെയ്ത് അറിയിക്കും. ആൾക്കാരെ മിക്സ് ചെയ്യും, അവരുടെ ചോദ്യങ്ങൾ നേരത്തെ അറിയിക്കും. ആ ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അരവിന്ദനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്, മിസ്റ്റർ അരവിന്ദ് ഡൽഹിയിൽ നിന്ന്. ഒരു മിനിറ്റ്, നമ്മള് ഇതുകൊണ്ട് ഇതൊരു സ്ഥിരം സംവിധാനം പോലെ പോകണം. ഇതുപോലെ ഏത് വിഷയം വന്നാലും ഇങ്ങനെ ടീം ഡിസ്കസ് ചെയ്യുന്ന തരത്തിലേക്ക് അതിനെ ഡെവലപ്പ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഫോം ആയിരിക്കും നമ്മൾ ഈ പരിപാടിയുടെ സ്റ്റാർട്ടിങ്. ഒരു ബിഗിനിങ് ആണ്, സ്റ്റാർട്ടിങ് ആണ്. ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മളെ മുൻകാലങ്ങളിൽ നമുക്ക് സംഭവിച്ചൊരു അനുഭവം. യൂട്യൂബിലൂടെ പരിപാടി പോകുമ്പോൾ കുറെ ആൾക്കാർ വരുന്നുണ്ട്, 1000-1500 പേരൊക്കെ ഇത് കാണും. പക്ഷെ ഇവരുമായിട്ട് യാതൊരു ബന്ധം നമുക്കില്ല. അത് മാത്രമല്ല, സംഘാടകരില്ല, ബഹുഭൂരിപക്ഷം പേർക്ക് ഇതിന്റെ ടെക്നിക്കൽ മാറ്റർ അറിയത്തില്ല, അകത്ത് നടക്കുന്ന അറിയത്തില്ല. ലിമിറ്റഡ് ആൾക്കാർ മാത്രം കാര്യങ്ങൾ ഒതുങ്ങി. ഇതുപോലെ ഒരു കോമൺ പ്ലേസ് വന്ന് ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ആവും, അവരുടെ കോൺട്രിബ്യൂഷൻ വരും, കറക്റ്റ് സമയത്ത് അവരെല്ലാം ഷെയർ ചെയ്യും. അത് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് വരുന്നു. അപ്പൊ നമ്മൾ ഇതുപോലുള്ള മീറ്റിംഗിൽ ഇടയ്ക്ക് വെക്കുമ്പോൾ എല്ലാവർക്കും അതിന്റെ ഇംപ്ലിമെന്റ് വരും, അതിന് അറിയാൻ പറ്റും എന്താണ് സംഭവം നടക്കാൻ പോകുന്നത്. ശരി, അടുത്ത ലക്ഷ്മിജി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? ലക്ഷ്മിജി ചോദിക്കാൻ വരികയായിരുന്നു ജസ്റ്റ്. ലക്ഷ്മിജിയും അതുപോലെ അനിത ശങ്കർ മാഡം എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞ ഡിസ്കഷനകത്തുനിന്ന് വാട്ട് ഈസ് യുവർ സജഷൻ ഓർ ഒപ്പീനിയൻ സ്കോർ മോർ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയുള്ളത്? ഇല്ല, ഇതിന്റെ ഓർഗനൈസിംഗ് എല്ലാം നന്നായിട്ട് പോകുന്നു. അതിനകത്ത് ഇനി ഫർദർ ഇന്ററപ്ഷൻ ഒന്നും കൊണ്ടുവരാൻ ആഗ്രഹമില്ല. TPSC പറഞ്ഞ പോലെ കുറച്ചുകൂടെ അതിനെ ഇഫക്റ്റീവ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. TPSC പറഞ്ഞ പോയിന്റ്സ് നമുക്കൊന്ന് എത്രയും ഇഫക്റ്റീവ് ആക്കി നമുക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളത് മാത്രം ഒന്ന് ആലോചിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും. തീർച്ചയായിട്ടും ഗ്രാജുവലി നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യും. എന്തെങ്കിലും പറയുന്നു? അതെ, ഡോക്ടർ അനിത ശങ്കർ. എനിക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മൾ ഇത്രയും ഇതിന്റെ പിന്നിൽ നല്ലൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മളൊരു വലിയൊരു ഗ്രൂപ്പ് വർക്കാണിത്. അപ്പൊ ഇത് എത്രയും കൂടുതൽ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. കാരണം എങ്കിലാണേ നമ്മുടെ പരിപാടി വിജയിക്കുകയുള്ളൂ. നമുക്ക് യൂത്തിനെയൊക്കെ കുറച്ചുപേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാനും എന്റെ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ആ പറഞ്ഞ അനിതാജി പറഞ്ഞ പോയിന്റിനോട് അനുബന്ധിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഒന്ന് നമ്മുടെ പേജ് ടാഗ് ചെയ്തിട്ട്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പേജുകൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ടാഗ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യാൻ പറ്റും. സബിജിയുടെ ഒക്കെ ഇന്ന് ഞാൻ കണ്ടിരുന്നു, ലൈക്ക് ചെയ്തിരുന്നു. അപ്പൊ അത് മാക്സിമം ഇമേജസ് ആസ് വെൽ ആസ് പ്രോഗ്രാംസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. എല്ലാവർക്കും അതൊരു ഇൻസ്ട്രക്ഷൻ പോലെ കൊടുത്തു കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ ഫുൾ ഇങ്ങനെ നമുക്ക് എല്ലാവരും ഇത് തന്നെ കാണുമ്പോൾ പാഞ്ചജന്യം എന്ന് പറയുന്ന ഒരു നെയിം നന്നായിട്ട് വരും. പ്രത്യേകിച്ചും നമ്മുടെ കൃഷ്ണകുമാർജി അയച്ചു തന്നിട്ടുള്ള ആശംസയൊക്കെ സെലിബ്രിറ്റി ടൈപ്പിന് മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത് എല്ലാവരും ഒന്ന് വൈറലാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈ സമയം ഡോക്ടർ സർസു മാഡം പ്രത്യേകിച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞു. ദിവാകരൻ ജി, കേണൽ ദിവാകരൻ എന്തോ പറയാൻ നോക്കണ്ടായിരുന്നു. അച്ഛാ, ഓക്കെ, ശരി സർ. സർസു മാഡം കണ്ടിന്യൂ ചെയ്തോളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം അതിന്റെ ടെക്നോളജി ഒക്കെ അറിയാവുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. അവരെയൊക്കെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഇതിനെ പറ്റി ഒന്നും വലിയ അറിവൊന്നും ഇല്ലാത്ത എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് ടീച്ചറിന്റെ ഒരു ദിവസത്തെ അധ്യക്ഷ പ്രഭാഷണമുണ്ട്. അത് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അറിയിക്കും. ടീച്ചർ പ്രിപ്പയർ ചെയ്ത് അയച്ചു തരണം കേട്ടോ, സരസ്വതി ടീച്ചർ. അത് വേണോ? തീർച്ചയായിട്ടും എനിക്ക് എങ്ങനെ അയച്ചു തരാനാണ് ഞാനത്? വാട്സാപ്പിൽ അയച്ചു തന്നാൽ ഞാൻ സംസാരിക്കാം ടീച്ചറെ. ടീച്ചറിനുള്ള കാര്യം സംസാരിച്ചോളൂ, അത് പറഞ്ഞു തരും, എല്ലാം സഹായം ചെയ്തു തരും. എനിക്ക് പറയാനൊന്നുമില്ല. അതായത് നമ്മുടെ കൂട്ടത്തില് ഈ അനുരാഗ് ഈസ് എ നോൺ മലയാളം സ്പീക്കിംഗ്. അതായത് അരുണിന്റെ അസിസ്റ്റന്റ് ആണ്. അനുരാഗിന് മലയാളം അറിയില്ലെന്ന് തോന്നുന്നു. അത് 20-ാം തീയതി
പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ അഥവാ നന്ദി പറയാൻ. അനുരാഗ്, ആർ യു ഹിയറിംഗ്? Yes, sir. I'm hearing, sir. Yeah, you know Malayalam? Not much, sir, but I can be Yeah, of yeah, any but help. Yes, yes. yeah, you can just understand from the gesture language or whatever it is, sign language. Yes. So, but Not on sign language, 20th, but mostly I can understand. yeah, you have some connection with Malayalam. No. Yeah, okay. That's nice. And on 20th, you may have to say thanks. You have to, vote of thanks has to be given by you, Okay, because that may be a change on that day. That's why you have to be prepared on that day, 20th. Okay, Because sir. that was the, because the person who is detailed, who is nominated, he may not be available that day. Okay, So, sir. വേറൊന്നുമില്ല. പിന്നെ വേറെ എനിക്ക് ദാറ്റ്സ് ഓൾ. പിന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് TPS സർ പറഞ്ഞത് ശരി തന്നെയാണ്, എല്ലാവരും ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ദിസ് ടുഡേ ഐ തിങ്ക് ഇത് ബീങ് എ ഫസ്റ്റ് ഡേ, ദാറ്റ്സ് ഓൾ റൈറ്റ്. ആൻഡ് മോർ ഓവർ ഐ തിങ്ക് 2 days prior, വൺ ഡേ, ഇപ്പം 20 അറ്റ്ലീസ്റ്റ് 18th നമ്മൾ ഈ ഒരു, എസ്പെഷ്യലി ദ പേഴ്സൺ ഹു ഈസ് കൺട്രോളിങ്, മോണിറ്ററിങ് ദിസ്, മോണിറ്റർ ചെയ്യുന്ന ആൾ എന്തായാലും പിന്നെ ഒരു മീറ്റിംഗ് നടക്കുന്നത് അത്യാവശ്യമാണ് എല്ലാവരുമായിട്ട്. അന്നത്തെ മെയിൻ ആളുമായിട്ട് നടത്തുന്നത് 2 ദിവസം മുമ്പിൽ ഒരു ചെറിയൊരു മീറ്റിംഗ്. It may not be an extended one. It can be of 5 minutes, 10 minutes, so that we come to know whether all things are in place. അപ്പോൾ എപ്പോഴും always you will find some gaps to be filled. അപ്പൊ അങ്ങനത്തെ പിന്നെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചെറിയൊരു മീറ്റിംഗ് എപ്പോഴും ആവശ്യം. We have to reduce the timing of our meeting from 1.5 hours to half an hour, so that everybody is comfortable and we don't have to drag on to the subjects time and again. We don't have to speak about it again. Sure. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. Sure, that's what we were, following, and this time also we'll be doing the same way. Okay. Then now come to ഒരു മിനിറ്റ്. നമ്മുടെ തൃശ്ശൂർ സമ്മേളനത്തിന്റെ ഒരു ബ്രീഫ് നമ്മുടെ പുരുഷോത്തം ചേട്ടനുണ്ട്. ഇന്നലെ നമ്മുടെ ഹനുമാൻ മന്ദിറിലെ നമ്മുടെ ഒരു ഭാഗം എടുത്തായിരുന്നു, ഒരു ചെറിയ ബ്രീഫ് റിപ്പോർട്ട്. പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ബാക്കി കാര്യങ്ങൾ ഒരു 5 ദിവസം കൂടെ കൂട്ടുന്നതിനെ കുറിച്ചും പറയാനുണ്ട്. ഇതാണ്. അതെ, അത് സംസാരിക്കാം. അപ്പൊ പുരുഷോത്തം ചേട്ടാ ഒരു 2 minute ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ തൃശ്ശൂർ നടന്ന പരിപാടി. പുരുഷോത്തം ചേട്ടൻ പറയൂ. നമ്മുടെ തൃശ്ശൂർ പ്രോഗ്രാമിന്റെ ഒരു ബ്രീഫായിട്ടുള്ളത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങള്. തൃശ്ശൂർ പ്രോഗ്രാം നമ്മുടെ ഡോക്ടർ രാമേന്ദ്ര അടിക, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വക പരിപാടിക്ക് പോവാറില്ല, ഞാൻ പൂജയ്ക്ക് പോവാറില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിർബന്ധത്തിന്റെ മുകളിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പബ്ലിക് ഫംഗ്ഷൻ ആണത്. അപ്പൊ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇതൊന്ന് ഒരു സക്സസ് ആയില്ലെങ്കിൽ അദ്ദേഹത്തിനും മോശമല്ലേ. പക്ഷെ വടക്കുന്നാഥന്റെ അനുഗ്രഹം കൊണ്ട് ഹോള് നിറഞ്ഞു, ബാൽക്കണി നിറഞ്ഞു, വരാന്ത നിറഞ്ഞു. ഏതാണ്ട് ഒരു 100ഓളം അമ്മമാരാണ് താലെടുത്ത് അദ്ദേഹത്തെ പൂർണ്ണകുംഭത്തോടെ സ്റ്റേജിലേക്ക് കൊണ്ടത്. പരിപാടികളൊക്കെ അതിഗംഭീരമായ പരിപാടിയായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പോയത്. അത് മാത്രമല്ല, അദ്ദേഹം തന്നെ നേരിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഈശ്വര പ്രസാദം എല്ലാവർക്കും നേരിട്ട് കൊടുത്ത് മന്ത്രം ചൊല്ലിയിട്ടാണ് കൊടുത്തത്. അടിയ തന്നെ കൊടുത്തത്. ആ കവറ് കൊടുത്ത് എല്ലാവരും അനുഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം പോയത്. പിന്നെ ഇവിടുന്ന് എയർപോർട്ട് വരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഈ സംഭവം, എന്റെ ആദ്യത്തെ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അതിനുശേഷം എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങള് ഇതിൽ സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അതുപോലെ തന്നെ മാത്രമല്ല, എല്ലാവർക്കും വന്നവർക്കൊക്കെ ചില കോർണറിൽ നിന്നൊക്കെ ആൾക്കാർ മാറി നിന്നെങ്കിലും നമുക്ക് വന്ന ആൾക്കാരൊക്കെ വീണ്ടും ഒരു 10-20 പേര് എന്നെ കൂടി ചേർക്കണം, പഞ്ചജന്യത്തിൽ ചേർക്കണമെന്ന് പറഞ്ഞ് നമുക്ക് നമ്പർ തന്നു പോയിട്ടുണ്ട്. അതുപോലെ അമ്പലങ്ങളുമായിട്ട് അതിന് ശേഷം ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ഗ്രൂപ്പ് പിരിച്ചുവിടരുത്. അമ്പലത്തിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ആദരിക്കുന്ന ആൾക്കാർക്ക് വേറൊരു ഗ്രൂപ്പ്. ഈ 2 ഗ്രൂപ്പും പിരിച്ചുവിടരുത്. നിങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ ഞങ്ങളെ അറിയിക്കണം. നമുക്ക് കമ്പൈൻഡ് ആയിട്ട് പ്രോഗ്രാമുകൾ വരുന്ന നാളുകളിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ധർമ്മരക്ഷാ യാത്രയൊക്കെ വരികയാണ്. അപ്പൊ നമുക്ക് അതിലൊക്കെ ചേർന്ന് നമുക്ക് മറ്റുള്ള നല്ല രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന
ഒരു അന്തരീക്ഷം ആണ് ഇപ്പോൾ ഉള്ളത്. തൃശ്ശൂര് നല്ല തൃശ്ശൂർ ലോക്കലായിട്ട് നമ്മൾ ഏതാണ്ട് ഒരു 6000-ഓളം നോട്ടീസ് തന്നെ തൃശ്ശൂർ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒക്കെ വേറെ, പിന്നെ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടായിരുന്നു, മലയാളം വേർഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മള് ആ വിധത്തിലൊക്കെ നമ്മള് കഴിഞ്ഞ പ്രോഗ്രാമിനെക്കാളും ഒരുപടി മുന്നിലായിരുന്നു എന്ന് തന്നെ പറയാം ഈ പ്രോഗ്രാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒരു കോൺഫിഡൻസ് വന്നിരിക്കുകയാണ് പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് നടത്താനും ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മളിപ്പോ ഇന്നലെ ഒരു സജഷൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്ത ചില ആൾക്കാരിൽ നിന്നാണ്. ഇപ്പൊ പാദപൂജയെ കുറിച്ച് ഉള്ള പല അഭിപ്രായങ്ങളും എയറിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് എന്താ പറയാ, അതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ഇപ്പൊ ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ വെച്ചാൽ ഒരു 100 ഗുരുക്കന്മാരെ, അതായത് അംഗൻവാടി തൊട്ട് കോളേജ് ലെവൽ വരെ PhDക്ക് ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു സാറ് വരെ, അങ്ങനെ ആ ലെവലിൽ എല്ലാവരും കൂടിയിട്ട് 100 പേരെ കൊണ്ടുവന്നിരുത്തി പബ്ലിക്കായിട്ടൊരു പാദപൂജ നടത്തി. ആ സമയത്ത് ഒരാള് ഈ എന്താണ് പാദപൂജ, എവിടെയൊക്കെയാണ് ഈ പാദപൂജയെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നൊക്കെ കുറിച്ചിട്ടുള്ള ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു ജനത്തിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇപ്പം മനസ്സിൽ ഉള്ളത്. അതിപ്പോ അടുത്ത ദിവസങ്ങളില് ഈ ഒരു 20-ാം തീയതിക്ക് ശേഷം ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനം എത്തും. അപ്പൊ ഞാൻ വിനോദ്ജി അറിയിക്കാം. രാമായണത്തിന്റെ പ്രോഗ്രാം സൗണ്ട് കുറവാണല്ലോ. രാമായണത്തിന്റെ പ്രോഗ്രാം എടുക്കുന്നില്ല. രാമായണത്തിന്റെ പ്രോഗ്രാം ഉണ്ട്. രാമായണത്തിന്റെ പ്രോഗ്രാം ചെയ്യാമെന്നാണ് ഇഷ്ടം സാറ്. ഒരു ദിവസം നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു ബ്രീഫ് റിപ്പോർട്ട് തയ്യാറാക്കി അയച്ചു തരണം. എക്സ്പെൻസ് അക്കൗണ്ട് അത് നമ്മുടെ ട്രഷർക്ക് അയച്ചു കൊടുക്കണം. എത്ര രൂപ വന്നു, എത്ര രൂപ ചെലവായെന്നുള്ള റിപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുമല്ലോ. അത് ഏകദേശം എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് നമുക്ക്? എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞു പോയെന്നാ? അതെ, അത് 7.6 ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതൊന്ന് തയ്യാറാക്കിയിട്ട് ശ്യാമ ചേച്ചിക്ക് അയച്ചു കൊടുത്താൽ മതി. അതെ, അത് നമ്മൾ സെറ്റിൽ മുഴുവനാണ് സെറ്റിൽ ചെയ്തിട്ടില്ല. അക്കൗണ്ട്സ് നമ്മുടെ വാൽമീകി മന്ത്രം അധ്യക്ഷൻ വിനോദ്ജി, ഈ തൃശ്ശൂര് ഇപ്പൊ നടത്തിയ പ്രോഗ്രാം എപ്പോഴെങ്കിലും നമ്മുടെ കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിരുന്നോ? എന്താ നടക്കാൻ പോണേ? കോർ കമ്മിറ്റിയിലെ തൃശ്ശൂർ പരിപാടി നടക്കുന്നതായിട്ടും അതിന്റെ ചുമതലയായിട്ടുള്ള നടേശ് സാറുമായിട്ട് ആലോചിച്ച് വേണ്ട കാര്യം. അല്ല, നമ്മുടെ കമ്മിറ്റിയിൽ വെച്ചാൽ നമ്മളൊക്കെ അറിഞ്ഞിട്ട് ഒരു നോട്ടീസ് കണ്ട് അറിഞ്ഞു എന്നല്ലാതെ. അല്ലല്ല, കോർ കമ്മിറ്റിയിൽ നമ്മൾ കൂടിയപ്പോൾ ചർച്ച ചെയ്തായിരുന്നു. ഉണ്ടായിരുന്നു. ഞാനത് മിസ്സായതാണോ വെച്ചിട്ട് അറിയാത്തോണ്ടാണ്. ചർച്ച ചെയ്തായിരുന്നു. അതിന്റെ മിനിറ്റ്സ് ഒന്ന് അയച്ചു തരുമോ? എക്സ്ക്യൂസ് മീ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, എനിക്ക് ഇറങ്ങേണ്ടി വരുന്നു. അടുത്തൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ്, ക്ഷമിക്കണം. നമ്മൾ ഈ പേര് അവിടെ അനൗൺസ് ചെയ്തു, പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അവിടെ ചർച്ച ചെയ്തില്ല. നടേശ് സാറിന് അതിനെ ചുമതലപ്പെടുത്തുന്നുള്ളതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ സാധാരണ മാതാപിതാ ഗുരുദൈവം എന്നാണ്. ഞാൻ നോർത്ത് ഈസ്റ്റിലൊക്കെ നടത്തിയത് മാതാപിതാക്കളെ വന്ദിക്കുന്ന ഒരു പരിപാടി 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് മുമ്പൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. ഇപ്പൊ ഗുരുക്കന്മാര് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നിട്ട് അവരെ ചെയ്യുന്നതിനേക്കാളും നല്ലത് അവരിൽ പഠിച്ചിരിക്കുന്ന അറിയാത്തൊരാളെ കാല് പൂജ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതിന്റെ റിലവൻസ് വരുന്നത് എപ്പോഴും ഒരു ഗസ്റ്റായിട്ട് വരുന്നവരെ ഗുരുവായിട്ട് ആഘോഷിക്കുന്നതിനേക്കാളും അവരുടെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ശിഷ്യന്മാർ എനിക്ക് എൻ്റെ കാല് കഴുകുന്നതിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രൂപത്തിൽ അറിയാത്തൊരാൾ ഞാൻ ഗുരുവായിട്ട് സങ്കല്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത്തരം സംഭവങ്ങൾ. അതുപോലെ ഈ പാഞ്ചജന്യത്തിന്റെ പേരിൽ നടത്തുന്ന പ്രോഗ്രാമുകളാണെങ്കിൽ അതിൽ ആരൊക്കെയാണ് ഗസ്റ്റുകൾ, അവരുടെ ക്രെഡൻഷ്യൽസ്, ഇതൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ തന്നെ ആവണം ബാക്കിയുള്ള സംഭവങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത്.
അത് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് അറിഞ്ഞിട്ടില്ല, ഞാൻ അതിന്റെ ഷെഡ്യൂൾ കണ്ടിട്ടില്ല, അതിനു മുമ്പ് ആരൊക്കെയാ വരുന്നത് അറിഞ്ഞിട്ടില്ല. നമ്മൾ പ്രോഗ്രാമുകൾ നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ വിനോദ് ചോദിച്ച പോലെ ചെലവ് കണക്ക് ചോദിക്കുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ കാര്യം കൂടി ചോദിക്കാലോ വെച്ചിട്ട് പറഞ്ഞതാണ്. കാരണം ഞാൻ ചെലവ് ബോധേഡല്ല, കാരണം ബിക്കോസ് വി ആർ നോട്ട് കോൺട്രിബ്യൂട്ടിങ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മിനിറ്റ് ഇത്തരം കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങള് കമ്മിറ്റി അവരുടെ ഘടകങ്ങളെ വിളിച്ചുകൊണ്ട് അത് കാര്യങ്ങൾ ചെയ്യും. അപ്പം അതിന്റെ ചുമതലപ്പെട്ട അല്ല, എനിക്ക് ഓർമ്മയില്ല അങ്ങനെ തൃശ്ശൂർ ഒരു പരിപാടിയിൽ ഒരു മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് എപ്പോഴാണ് നടന്നത്, ഞാൻ ഒരു മീറ്റിംഗ് മിസ് ചെയ്തിട്ടില്ല ഇതുവരെ എന്നാണ് എൻ്റെ ഓർമ്മ. എന്റെ ഓർമ്മയിൽ എനിക്ക് ബുദ്ധിഭ്രമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മിസ് ചെയ്തിട്ടില്ല, എന്നെ വിളിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ പങ്കെടുത്തിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. വിനീത് ഭട്ടുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇപ്പോ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിനീത് ഭട്ടിനെ വിളിച്ചിരുന്നു. അതാണ് ആകെ ഉണ്ടായിരുന്ന ഇതുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മുടെ ചുമതലപ്പെട്ട ആൾക്കാർ വഴി ആലോചിച്ച് ഇതാണ് നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ്. അല്ല, ഇ എം ജി ഉണ്ടായിരുന്നോ പ്രൊഫസർ? ഡോക്ടർ ഇ എം ജി ഉണ്ടായിരുന്നോ അന്ന് മീറ്റിങ്ങിന്? ഇവിടെയുള്ള ആരെങ്കിലും വേറെ ഉണ്ടായിരുന്നോ എന്ന് അറിയണം. ശേഷം അവിടെ നമ്മുടെ കോർ കമ്മിറ്റിയിൽ നമ്മുടെ തൃശ്ശൂർ നടക്കുന്ന പരിപാടിയുടെ വിശദാംശങ്ങളോ പ്രോഗ്രാമോ, അവിടെ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെയും ഇടയ്ക്ക് എന്തോ ഒരു പ്രസ്താവം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. അതിന് എന്താ ഒരു പാനലിൽ നടക്കുമ്പോൾ ചർച്ച ചെയ്യുന്നതും അറിയുന്നതും നല്ലതാണ്. നന്നായി നടക്കുമ്പോൾ നമ്മൾ അറിയുന്നത് വളരെ സന്തോഷം. ഇപ്പൊ നമ്മള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മള് അറിയില്ലാത്ത ഗുരുക്കന്മാരെ കോർ കമ്മിറ്റിയിൽ ഇത്തരം വിഷയങ്ങൾ ഒന്ന് എല്ലാവരുടെയും അറിവിന് വേണ്ടി ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. അത് അത്ര വിശദമായ ഒരു ചർച്ച നടന്നിട്ടില്ല. അതിനെ കുറിച്ച് വളരെ വിശദമായ ഒരു വിലയിരുത്തൽ ഇവിടെ പുരുഷോത്തമൻ സാർ നടത്തി. ഭാവിയിലും നമ്മുടെ ബാനറിൽ നടക്കുമ്പോൾ തീർച്ചയായും നമ്മൾ എല്ലാവരും അറിയണം, അങ്ങനെ ഒരു സീരിയസ് ചർച്ചയല്ല കോർ കമ്മിറ്റിയിൽ നടന്നത്, ഒരു പ്രസ്താവം മാത്രമായിരുന്നു. നല്ലതാണ്, നമുക്ക് ഏതെല്ലാം സ്ഥാനീയമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഇത് നല്ലതാണ്. എന്നാൽ നേരത്തെ നടന്ന ആചാര്യ സംഗമത്തില് അത് നന്നായിട്ട് നടക്കുകയും ചെയ്തിരുന്നു. തൃശ്ശൂർ നടന്ന പൂരവുമായി ബന്ധപ്പെട്ട് ആ ചർച്ച നടത്തി. സാറേ, ഈ പ്രോഗ്രാം വളരെ അഡ്വാൻസ് ആയിട്ട്, അതായത് അന്ന് നടന്ന തൃശ്ശൂർ ആചാര്യ സംഗമത്തിൽ തന്നെ തീരുമാനിച്ചാണ്. അത് നേരെ ഡിക്ലെയർ ചെയ്തത് വിനീത് ഭട്ടാണ് സ്റ്റേജിൽ തന്നെ. അതിന്റെ ചുമതല ഓട്ടോമാറ്റിക്കലി പുരുഷോത്തമൻ സാർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു, പക്ഷെ എനിക്കന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഡൽഹിയിലാണെന്ന് അദ്ദേഹത്തിനെ ഞാൻ മറുപടിയിരുന്നു. പിന്നെ പാഞ്ചജന്യം ഭാരതത്തിന്റെ 3-4 പേര് കോട്ടയം സൈഡിൽ നിന്നും അതുപോലെ തന്നെ സമന്വയ സമിതിയുടെ ആളുകളും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടുതലായിട്ടും കംപ്ലീറ്റ് സ്പോൺസർ ചെയ്തത് വിനീത് ഭട്ടാണെന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. അപ്പൊ അതൊരു പെട്ടെന്നുണ്ടായ ഒരു പ്രോഗ്രാം ആയിരുന്നു. പാഞ്ചജന്യം ഭാരതത്തിൽ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനം എടുത്തതല്ല, അന്ന് അവിടെ സ്റ്റേജിൽ അനൗൺസ് ചെയ്തത് കൊണ്ട് അത് നടത്തിയെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ഈ സന്ദർഭം ഉണ്ടായത്. അത് ടി പി ശശികുമാറിനോട് എനിക്കൊരു ജോലി പറയാറുണ്ടാവില്ല. അത് വളരെ ശരിയാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ നമ്മൾ പാഞ്ചജന്യം ഭാരതത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പെർമിഷൻ നടത്താൻ എന്തായാലും സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, പറഞ്ഞോളൂ. ശശികുമാർ സാർ പറഞ്ഞ പോയിന്റ് ഞങ്ങൾ ഓൾറെഡി മനസ്സിലുണ്ട്. അപ്പോൾ ഡിഫറെന്റ് സ്കൂളുകളിൽ നിന്ന് നമ്മൾ അവിടുത്തെ അധ്യാപകരെ ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടുത്തെ സ്റ്റുഡന്റ് അങ്ങനെയാണ് എന്നോട് മനസ്സിലുള്ളത്. അതല്ല, ഇപ്പൊ ഞാനിപ്പോ ഒരാളെ എന്റെ ഒരു പ്രൊഫസറാണ് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിരുത്തുമ്പോൾ ആ കാല് കഴിക്കുന്ന ചുമതല എന്റെയാണ്, ഞാനാണ് ചെയ്യുക. അപ്പൊ അതായത് പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകന്റെ കാല് തന്നെ കഴിയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള ഇതാണ്. അപ്പൊ അടുത്ത ആഴ്ച എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ഈ ഒരു ഇത് വന്നപ്പോ നമ്മൾ ഈ ചിലപ്പോൾ മിക്കവാറും ഈ കർക്കിടക മാസത്തിന്റെ അവസാനത്തിലേക്ക് മാറുക. അപ്പൊ അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം. നമുക്ക് ഇതിന്റെ ഫർദർ ഡിസ്കഷൻ നമ്മുടെ കോർ കമ്മിറ്റി നമുക്ക് ചെയ്യാം. ഇതിന്റെ പ്രോഗ്രാം നിൽക്കുന്നുണ്ട്. നമ്മുടെ ഇന്നലെ നടന്ന ഇതില് ഇപ്പൊ ശശികുമാർ സാർ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഞാൻ പറയണം. ഇപ്പൊ നമ്മൾ
നമ്മള് ഒരു പ്രോഗ്രാം കൺസീവ് ചെയ്ത് വരുമ്പോ ഇത് വന്നത് ഈ പറഞ്ഞ കൂട്ടത്തില് നമ്മുടെ ബട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വന്ന് പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് പല ആൾക്കാരോടും പറഞ്ഞിട്ട് നടന്നിട്ടില്ല, പുരുഷോത്തമജി എന്താ ചെയ്യാ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങ് എന്നോട് പറയണ്ട, അങ്ങ് ആ സ്റ്റേജിൽ അങ്ങേക്ക് മൈക്ക് കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് ഡിക്ലെയർ ചെയ്തോളൂ, അത് നടത്തി തരാൻ എന്നെ കൊണ്ട് പറ്റും, ദൈവം സഹായിച്ചു. അപ്പൊ ഞാൻ അതിന് വേണ്ട എഫർട്ട് കംപ്ലീറ്റ് എടുക്കും, അതിന് ഒരു ഡിലേ വരില്ല, അങ്ങ് കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ആ വിവരം അന്ന് ആ സ്റ്റേജിൽ നടേശൻ മാഷുണ്ടായിരുന്നു, ആർ നായർ സാറുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ശശപ്പൻ സാറുണ്ടായിരുന്നു, വേദിയിലുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിനോദനെ വിളിച്ച് പറയുകയും ചെയ്തു, നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എങ്ങും വന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മളൊരു ഡിസ്കഷൻ വരാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ശശികുമാർ സാറിനെയാണ് ഒരു ഉദ്ദേശിച്ചൊരു പ്രോഗ്രാം നമ്മൾ അതിൽ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർ നായർ സാറിനെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് അത് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല, ശശികുമാർ സാറിന് അന്ന് എന്താ പറ്റിയില്ല. അപ്പൊ ഇത് നമ്മള് ഇവിടെ ഒരു ലെവലിൽ, തൃശ്ശൂർ ലെവലിലായിരുന്നു നമ്മുടെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് പെട്ടെന്നാണ് നമുക്കൊരു ഐഡിയ വന്നത്, എന്തുകൊണ്ട് ഇതിലും മറ്റേ മൂകാംബികാദേവി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അവിടെ നിന്നുള്ള ഒരു അടികെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും നമ്മുടെ എന്നുള്ള ഒരു ചിന്ത വന്നതും അതിനുവേണ്ടി പ്രവർത്തിച്ചു. അപ്പൊ ദൈവം സഹായിച്ച് നമുക്ക് അത് നടന്നു, എല്ലാം ഗംഭീരമായിട്ട് നടന്നു. ഇനിയിപ്പോ എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഇത് വിനോദ് ഭട്ടിന്റെ ഇനീഷ്യേറ്റീവ് ആണെന്നും അന്ന് ഡിക്ലെയർ ചെയ്തതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഈ പ്രോഗ്രാം നടക്കാൻ തുടങ്ങിയ സമയത്ത് 2-3 പ്രാവശ്യം, ഇന്നലെയും ഞാൻ വിനീത് ഭട്ടിനെ വിളിച്ചിരുന്നു കൺഗ്രാജുലേറ്റ് ചെയ്യാനും പ്രോഗ്രാമിന്റെ സക്സസിനെ കുറിച്ച് പറയാനും ഒക്കെ. എന്തായാലും സന്തോഷമുണ്ട്, നല്ല പ്രോഗ്രാമുകളാണ്, നടക്കട്ടെ. എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്, അപ്പൊ അത് വിനോദ് എന്നോട് 2 ആഴ്ച മുമ്പ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാട്സപ്പിന്റെ എന്തോ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്, അപ്പൊ എനിക്ക് പ്രോപ്പറായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വേറെ ഒരു നമ്പർ എനിക്ക് തന്നു. അപ്പൊ ഞാൻ അതിലേക്കാണ് എല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അയച്ചു കൊടുത്തത്. അപ്പൊ അത് പുള്ളിക്കൊരു എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അത് വേണ്ട വിധത്തിലുള്ള ഒരു പ്രൊപ്പഗാൻഡ നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ, അതായത് സമന്വയവേദിയുടെ ആണെങ്കിലും ശരി, നമ്മുടെ പാഞ്ചജന്യത്തിന്റെ വിവിധ ഗ്രൂപ്പുകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെങ്കിലും ശരി, പ്രോപ്പറായിട്ടൊരു വന്നില്ല എന്നുള്ളൊരു വിഷമം പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയത്. ഇന്നലെ ഞങ്ങൾ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ അമ്പലം പാലക്കാട് ധ്വജപ്രതിഷ്ഠയായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ 10-15 പേര് പോയിരുന്നു. അപ്പൊ അതാണ് എന്റെ അടുത്ത് എനിക്ക് മനസ്സിലായത്. അതാണ് ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്തമാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്, മീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാനത് കോർ കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തോളാം. നമ്മളിത് ഇപ്പൊ നടന്നൊരു പരിപാടി ഈ മീറ്റിംഗിലായതുകൊണ്ട് വേറെ അവസരം വരുന്നില്ല. നമുക്കിനി 1 മാസം കഴിഞ്ഞ് ഇങ്ങനൊരു കാര്യം സംസാരിക്കാൻ അവസരം ഉള്ളതുകൊണ്ട് ഇപ്പൊ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. നിങ്ങളുടെ എഫേർട്ട്, ഇനിഷ്യേറ്റീവ് വളരെ ഗ്രാൻഡ് സക്സസ് ആയ ഒരു പ്രോഗ്രാം തൃശ്ശൂർ നടന്ന രണ്ടാമത്തെ. അപ്പൊ നമ്മുടെ 3-4 പരിപാടി. അത് മാത്രമല്ല, നമുക്ക് പാഞ്ചജന്യം ഭാരതത്തിന്റെ അടികയുടെ ഒരു ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അമ്പലത്തിന്റെ ഗ്രൂപ്പുകൾ, അമ്പലത്തിന്റെ ഫേസ്ബുക്ക്, പിന്നെ ഭക്തമണ്ഡലി എന്നൊക്കെ പറഞ്ഞ് കുറെ ഇതുണ്ട്. അതിലെല്ലാം ഇത് വന്നിട്ടുണ്ട്. പത്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഏഷ്യാനെറ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ന്യൂസ് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് തകരാറ് സംഭവിച്ചത് കേട്ടാ ശശികുമാർ, ഇത് നമ്മൾ ഇതുപോലൊക്കെ ഉള്ള മീറ്റിംഗ് എപ്പോഴും കൂടാനുള്ള ഒരു പ്രായോഗിക തടസ്സമുണ്ട്. ശശികുമാർജി പറഞ്ഞ പോലെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുന്നു പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ചില ഇഷ്യൂസ് വരും. അപ്പൊ അതിനൊരു പരിഹാരം നിലയിലാണ് നമുക്കൊരു വിശാലമായ സംഘാടക സമിതിയുണ്ട്. ആ സംഘാടക സമിതിയിൽ ഒരു 34 പേരുണ്ട്. അപ്പൊ നമ്മളൊരു പരിപാടി കോർ കമ്മിറ്റി ഞങ്ങളുടെ ലിമിറ്റഡ് പെൻഷൻസ് മാത്രം ഫിക്സ് ചെയ്ത് പോകുമ്പോൾ നാളെ ഇങ്ങനൊരു ചോദ്യം വരും. ഞങ്ങൾ സംഘാടക സമിതിയായ കുറെ ആൾക്കാർ, പാഞ്ചജന്യത്തിലേക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാർ, നമ്മുടെ പ്രവർത്തനത്തിന്റെ പുറത്തു നിന്ന് വന്ന ആൾക്കാരുണ്ട് സംഘാടക സമിതിയിൽ. അവരുൾപ്പെടെ ഞങ്ങളിതൊന്നും അറിയുന്നില്ല, ആരൊക്കെ വരുന്നു എന്തോന്ന് അറിയുന്നില്ല എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം സ്വാഭാവികമായിട്ട്. അപ്പൊ അതിനെല്ലാം നമുക്ക് സെറ്റിൽ ചെയ്ത് പോകാൻ വേണ്ടിയാണ് വിശാലമായ ഇങ്ങനെയുള്ള മീറ്റിംഗ് വരുന്നത്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ മറ്റെന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു അസൗകര്യമല്ല. അത് മാത്രമല്ല, നമ്മുടെ പുതിയ ആൾക്കാർക്ക് ഇതൊരു ട്രെയിനിങ് കൂടാണ്. നാളെ ഓരോരോ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻ ചെയ്തു പോകേണ്ടി വരുമ്പോൾ സംസ്ഥാന
ചെയ്യുമ്പോൾ ഒരേപോലെ വരുമ്പോൾ നമുക്കൊരു ട്രാഫിക് ജാം ഉണ്ടാകാതിരിക്കാൻ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടുമെന്നുള്ള കാര്യങ്ങളുണ്ട്. നമുക്കത് ബാക്കി കാര്യങ്ങൾ കോൺക്രീറ്റ് ചർച്ച ചെയ്യാം. നമ്മുടെ ഹനുമാൻ മന്ദിർ നടന്ന ഇന്നലത്തെ പ്രോഗ്രാം RRJ റിപ്പോർട്ട് ചെയ്യാം. 2 മിനിറ്റ്. RRJ ഞാൻ നിൽക്കണോ എന്താ ചെയ്യാൻ? പൈസ പോക്കോ? ഓക്കെ, ഞാൻ കോണ്ടാക്ട്. അധ്യക്ഷനും എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മള് ഹനുമാൻ മന്ദിർ സെലക്ട് ചെയ്തത് തന്നെ രാമായണ ആഗോള രാമായണ മഹോത്സവത്തിന് വേണ്ടി ആ ഒരു സ്പോട്ട് ഒരു വിളക്ക് കൊളുത്തി ഭഗവാൻ വാൽമീകിയുടെ അമ്പലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരു വിളക്ക് കൊളുത്തി അതിനെ ഒരു ഐശ്വര്യപൂർണമാക്കി തുടക്കം കുറിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നലെ അവിടെ കൂടിയത്. കുറച്ചു പേരുണ്ടായിരുന്നു. ഞങ്ങള് അവിടുത്തെ സ്വാമിജി, അതായത് സാക്ഷാൽ വാൽമീകി ഋഷിയുടെ തന്നെ പ്രാതിനിധ്യം വഹിക്കുന്ന സ്വാമിജി തന്നെ നമ്മുടെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു പ്രാർത്ഥനയോടുകൂടിയായിരുന്നു അതിന്റെ തുടക്കം. അത് സ്വാമിജിക്ക് വളരെ സന്തോഷമായ ഒരു കാര്യമായിരുന്നത്. അത് നമ്മള് തലസ്ഥാന നഗരിയിലെ വാൽമീകി അമ്പലത്തിൽ വെച്ച് തന്നെ ഇതിന്റെ തുടക്കം കുറിച്ചത് വലിയൊരു ഐശ്വര്യപൂർണമായ ഒരു കാര്യമായിട്ട് അവിടെ കൂടിയിരുന്നവർക്ക് എല്ലാവർക്കും തോന്നി. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം ഉദ്ഘാടനം നാളെ നടക്കാൻ പോവുകയാണ്. അതിനകത്തേക്ക് ഈ വിളക്ക് കൊളുത്തുന്ന സന്ദർഭം കൂടി കൂട്ടിച്ചേർക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഒരു നല്ല തുടക്കം ഇന്നലെ കുറിച്ചിട്ടുണ്ട്. അത് മാത്രമേ എല്ലാവരോടും ഈ സമയത്ത് പറയാനുള്ളൂ. താങ്ക് യു ചേട്ടാ. നമ്മള് അവിടെ ഒരു നിലവിളക്കൂടെ നമ്മൾ നിലവിളക്ക് അമ്പലത്തിനകത്ത് കൊണ്ട് വെച്ച് കത്തിച്ച് കഴിഞ്ഞപ്പോ ആ ഒരു നിലവിളക്കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വിളക്ക് കൊളുത്തിക്കൊണ്ടായിരിക്കും വാൽമീകി മന്ദിരിലെ നമ്മള് വിളക്ക് കൊണ്ടുപോകണ്ട. അവിടെ അടുത്ത വർഷം ഉണ്ടാവും വിളക്ക്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം കൂടെ അവിടെ വരുവാണ്. വാൽമീകിയുടെ പരമ്പരയിൽപ്പെട്ട ഒരു സന്യാസി വിഭാഗമാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഡൽഹിയിലെ ഹൃദയഭാഗത്താണ്. വലിയൊരു പ്രോപ്പർട്ടി ഉണ്ട് അവിടെ. കുറച്ച് ആൾക്കാരും ഉണ്ട് അവിടുത്തെ. അവരുടെ ആൾക്കാരാണ് അതിൽ താമസിക്കുന്ന 10,000-2000 ആൾക്കാർ. അപ്പൊ ശരി, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ ചെയർമാൻ ഒരു സജഷൻസ് പറഞ്ഞിരുന്നു. നമ്മുടെ പരിപാടി തുടക്കത്തിൽ തന്നെ ഇത് 30 ദിവസം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നമുക്കിത് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെട്ട് അറിയാവുന്നതുകൊണ്ടാകുമ്പോൾ അത്ര ഒരു കാര്യം ഒരു ധൈര്യം കാണിക്കാൻ. അപ്പം പക്ഷെ പ്രവാസികർ ഒത്തിരി വരുന്നുണ്ട്. പിന്നെ സംഘടനയുടെ ഇപ്പുറത്തെ ഒരു വളർച്ചയും കാര്യങ്ങളും നമ്മുടെ വേദിയിൽ കൂടെ പലർക്കും പലതും പറയണ ആഗ്രഹം എന്നൊക്കെയുള്ള പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ പരിപാടി ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യണമെന്നുള്ള അഭിപ്രായം ചെയർമാൻ നിർദ്ദേശം വെച്ച് ഞാൻ കമ്മിറ്റിക്ക് മുമ്പാകെ വെക്കുകയാണ്. അപ്പൊ എനിക്കൊരു സജഷൻ ഉള്ളത്, നമ്മുടെ August 1 മുതൽ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ എൻഡ് വരെ August 1 മുതൽ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരെല്ലാം കൊണ്ടുവരാൻ പറ്റും. ആവശ്യത്തിന് സമയം കിട്ടും. അതിനിടയ്ക്കുള്ള സമയത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. ഓൾറെഡി നമ്മുടെ കയ്യിലെ വായന കലാപരിപാടികളെല്ലാം ഉണ്ട്. പ്രഭാഷണം മാത്രം അഡീഷണൽ ആഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ റയൽ പ്രോഗ്രാം മാത്രം അഡീഷണൽ ആഡ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് വലിയ റിസ്ക് വരത്തില്ല. സ്റ്റുഡിയോ ആയിട്ട് ആ കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റും. അപ്പൊ കമ്മിറ്റിയുടെ അഭിപ്രായം. സാറേ, സാറേ. അതെ, നമുക്ക് നേരത്തെ നടന്ന ആദ്യത്തെ 2 വർഷം നടന്ന പ്രോഗ്രാമിന്റെയാണ് റെക്കോർഡഡ് പ്രോഗ്രാം നമ്മുടെ കയ്യിലുള്ളത്. അതില് വായന ചിലത് നീണ്ടു പോയതുണ്ടാവും. 5 മിനിറ്റ് കൂടുതൽ വായനയുടെ ആവശ്യമില്ല. അപ്പൊ അതൊന്ന് സ്ക്രീൻ ചെയ്ത് എഡിറ്റ് ചെയ്താൽ നന്നായിരിക്കും. എന്തെങ്കിലും പകരം വേണമെങ്കിൽ അത് നേരത്തെ ആളെ നിശ്ചയിച്ചാൽ നമുക്ക് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ എടുക്കാൻ പറ്റും. മറ്റൊന്ന് പ്രഭാഷണത്തിന് നമുക്ക് ആളുകളുണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്തുള്ള സാങ്കേതിക പ്രശ്നം, പ്രഭാഷണം ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോ അതിന് പല പ്രശ്നങ്ങളും ആദ്യം ഉണ്ടായിട്ടോ. വിശ്വനാഥ് നമ്പൂരി സാറിനോട് പറഞ്ഞപ്പോ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇവിടെ ആളെങ്കിലും വിടണം എന്ന് പറഞ്ഞ് പ്രോഗ്രാം ഇതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് കുറ്റമറ്റതാക്കണമെങ്കിൽ അതിന്റെ സാങ്കേതികത അറിയുന്ന ആളുകൾ വീഡിയോ എടുത്ത് നമുക്ക് തരണം. എല്ലായിടത്തും നമുക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. അതും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇപ്പൊ നമുക്ക് തന്നെ
ചെയ്യുന്ന പോലെ ഹിന്ദുവിസം മലയാളം അപ്പൊ പ്രവീൺ കൊടുക്കുന്ന ലിങ്കിൽ കയറിയാൽ അവർക്ക് നേരിട്ട് പ്രഭാഷണം ചെയ്യാം. ആ രീതിയിൽ ഒരു സംവിധാനം വർഷാക്കിനോ അല്ലെ അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അവർ റെക്കോർഡ് ചെയ്യേണ്ട, റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ നടത്തും. ആ സമയത്ത് തന്നെ ആ റെക്കോർഡിങ്ങിന്റെ ലിങ്ക് കൊടുത്ത് അവരത് കയറിയാൽ മതി. അങ്ങനെ സംവിധാനമുണ്ട്, അതും ആലോചിക്കാവുന്ന. അത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വായനയും കലാപരിപാടികളൊക്കെ അന്ന് അധികം പേര് കാണാത്തത് കൊണ്ട് അതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പുതിയത് വന്നാൽ അത് ചേർക്കുകയും ചെയ്യാം. നമുക്ക് തത്വത്തില് 1 മുതൽ ആഗസ്റ്റ് 1 മുതൽ എൻഡ് വരെ എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം തീരുമാനം എടുക്കാം. ലക്ഷ്മണമാർജി, ഈ 20-ാം തീയതി വരെ കഴിഞ്ഞാല് ബാക്കിയുള്ള 21 മുതൽ 30-ാം തീയതി വരെയൊക്കെ റെക്കോർഡഡ് പ്രോഗ്രാംസ് ആണോ ഇടുന്നത് യൂട്യൂബില്? അല്ലല്ല, നമ്മൾ ആ സമയത്ത് പ്രിപ്പയർ ചെയ്യാൻ ടൈം വേണം, ബാക്കി കാര്യങ്ങളെല്ലാം. അല്ല, ഞാൻ ചോദിക്കുന്നത് 20-ാം തീയതി കഴിഞ്ഞാല്, വിനോദ് കേൾക്കണില്ലേ പറയണത്? 20-ാം തീയതി വരെ ഷെഡ്യൂൾ ഉണ്ട്. അത് കഴിഞ്ഞാലുള്ളത് റെക്കോർഡഡ് പ്രോഗ്രാംസ് ഇടുന്നുണ്ടെന്നാണോ യൂട്യൂബില്, അല്ല ഗ്യാപ്പ് ഉണ്ടെന്നാണോ? ഓഗസ്റ്റ് 1 മുതലാണോ ഉള്ളത്? ഓക്കെ, ഞാൻ ചോദിക്കുന്നത് എപ്പോ വേണമെങ്കിലും ജിമീറ്റ് വിളിച്ചിട്ട് ഈ പ്രോഗ്രാമുകള് സ്പീക്കേഴ്സിന് സംസാരിച്ചൂടെ? അതിനിപ്പോ എന്താ ബുദ്ധിമുട്ടുള്ളത്? തീർച്ചയായിട്ടും. അല്ല, അത് ഞാൻ പറഞ്ഞത് അതിനൊരു കേസ് മതി. കാര്യം നമുക്ക് ഉള്ള ലിമിറ്റഡ് ആൾക്കാരെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഒരു പ്രശ്നമില്ല, റെഗുലറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇടയ്ക്ക് ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റണമെന്നില്ല, മറ്റു അറേഞ്ച്മെന്റ്സ് കാണും, ഡൽഹി വേറെ വലിയ പ്രോഗ്രാമിനെ കുറിച്ച് ആലോചന, അപ്പം ആബ്സെൻസ് വരും. അപ്പൊ അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റിയാൽ മതി. 20-ാം തീയതി കഴിഞ്ഞ് നമ്മുടെ വരുന്ന പരിപാടി 25, 26, 27-ന്. പിന്നെ അതിനിടയിൽ ഒന്നുമില്ല. അതിനിടയിൽ ഒരു ഗ്യാപ്പ്. ഇതൊക്കെ അതെ, അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് ഇതുവരെ അറിവില്ലാത്ത എന്താ വെച്ചാല് ഏത് ദിവസമൊക്കെയാ ഉള്ളതെന്നുള്ള ഒരു ഡേറ്റും ഷെഡ്യൂളും എന്താ ഉള്ളത്, ഏത് ദിവസമാണ് ജിമീറ്റ്, ഏത് ദിവസമാണ് ഫിസിക്കൽ എവിടെയാ ഉള്ളത്, ഏത് ദിവസമാണ് റെക്കോർഡഡ് യൂട്യൂബ് ഉള്ളതെന്നുള്ളതിന്റെ ഈ തുടങ്ങിയത് മുതൽ അവസാനം വരെ ഉള്ളതിന്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഗ്യാപ്പ് ഉണ്ടോ ഗ്യാപ്പില്ലയോ അതൊന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അതിനെക്കുറിച്ച് അവെയർ ആവുമെന്ന് തോന്നുന്നതാണ്. എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. സർ, നമ്മളിത് കോർ കമ്മിറ്റിയിൽ ഓൾറെഡി ഇട്ടതാണ് ഇനിഷ്യലി. ഫസ്റ്റ് ഡിസ്കഷൻ അല്ല, ഇപ്പൊ കുറെ നമ്മള് മാറ്റിയല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. റിവൈസ്ഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാല് അപ്പൊ ജിമീറ്റ് തുടങ്ങുന്ന സമയത്ത് ഇന്ന ദിവസം ജിമീറ്റ് ഉണ്ടെന്നാണ് വി ക്യാൻ കോൾ എ സ്പീക്കർ. ഇപ്പൊ ഇന്ന് ഞാൻ ദാവേജി അയച്ചു തന്നത് ഞാൻ വിനോദ്ജിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഞാൻ അയച്ചു, ദർ ഈസ് എ പ്രോഗ്രാം യു ഹാവ് ടു സ്പീക്ക് എന്ന്. അദ്ദേഹം അതിന് മറുപടി ആയിട്ട് എപ്പോഴായി പ്രോഗ്രാം, എന്താണ് ഷെഡ്യൂള്, ഷോ മീ ദ ഷെഡ്യൂൾ, വെൻ ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആൻസറും പറയാനില്ല. അതുപോലെ നമ്മളിപ്പം പ്രഭാഷകരെ സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സജസ്റ്റ് ചെയ്ത ആർക്കാ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏത് ദിവസത്തേക്കാന്ന് ചോദിക്കുമല്ലോ ആദ്യം. ബാക്കി ആരൊക്കെയാ സ്പീക്കേഴ്സ് ഒന്ന് ചോദിക്കുമല്ലോ. അതിനൊന്നും ഒരു ആൻസർ ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. അതൊരു ഷെഡ്യൂളായിട്ട് വന്നു കഴിഞ്ഞാൽ യെസ്. നമ്മളിപ്പോ ഈ ഇടയ്ക്ക് ഞാൻ പറയാം 17 to 20 ഒരു പ്രാവശ്യം പറയാണ്. നമ്മുടെ മുരളിച്ചേട്ടന്റെ അധ്യക്ഷ പ്രഭാഷണം വന്നിട്ടുണ്ട്, എനിക്ക് അയച്ചിട്ടുണ്ട്, അത് നേരിട്ട് അയച്ചിട്ടുണ്ട്. പ്രഭാഷണം അയച്ചിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ അനിതാ ശങ്കർ അതൊന്ന് നോട്ട് ചെയ്തോളൂ. ഫൈനൽ അതാണ്, ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടോളാം. ഒരു മിനിറ്റ് കൂടെ. അനിതാ ശങ്കർ മ്യൂട്ടഡ് ആണ്, എന്തോ പറയണ്ടായിരുന്നു. ഡോക്ടർ അനിതാ ശങ്കർ മ്യൂട്ടഡ് ആണ്. ഞാൻ കേട്ടു പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. വന്ന അധ്യക്ഷൻ ഡോക്ടർ ശ്രീ വി മുരളീധരൻ. ശശിമാർജി, നമുക്ക് ഈ പഴയ പരിപാടി നമ്മള് ആ ഗ്രൂപ്പിലേക്ക് ഇടുന്നില്ല. അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. കാര്യം അന്ന് ചില ആൾക്കാർ കേൾക്കാത്ത ചില പ്രോഗ്രാമാണ്, നല്ല സ്റ്റാൻഡേർഡ് പരിപാടികൾ. പിന്നെ അല്ലാതെ ചില നമ്മൾ ഇടാതിരുന്നത് നമ്മുടെ ഇരിപ്പുണ്ട്, കസ്റ്റഡിയിലുണ്ട്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. കലാപരിപാടിയൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ടാവും. അന്ന് 5-6 കലാപരിപാടി 2 മണിക്കൂറായിരുന്നു പരിപാടി. അല്ല വിനോദ് ജി, ഉള്ളത് ഇട്ടോളൂ. ഞാൻ ചോദിച്ചത് അത് ഗ്യാപ്പ് എപ്പോഴാണെന്ന് കൃത്യമായിട്ടൊരു ഷെഡ്യൂള് കിട്ടിയ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ടോളൂ. ഞാൻ ചോദിക്കുന്നത് വേറെ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് അതിന്റെ ഒരു കൺസേൺ ഇതേ ഉള്ളൂ. ആരെങ്കിലും പുറത്തുനിന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ പ്രഭാഷകന്മാരായിട്ടുണ്ടാവും, പലർക്കും സംസാരിക്കാലോ. യു ക്യാൻ ഹാവ് എ ജിമീറ്റ് ആൻഡ് സ്പീക്ക്. ഓക്കെ, അതായത് ഈ 20-ാം തീയതി കഴിഞ്ഞ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന 25, 26, 27 നമ്മൾ മുൻ കമ്മിറ്റി നമ്മൾ തീരുമാനിച്ചാണ്. അത് കഴിഞ്ഞ പിന്നെ 1-ാം തീയതിയാണ്. അപ്പൊ ഈ 20 കഴിഞ്ഞുള്ള സമയവും 27 കഴിഞ്ഞുള്ള സമയം കൊണ്ട് ബാക്കി 15 ദിവസത്തെ നമ്മൾ ഫിക്സ് ചെയ്യും. അതായത് നമ്മൾ 20-ാം തീയതി കഴിഞ്ഞ്
2-നോ 3-നോ ഇതുപോലെ മീറ്റിംഗ് കൂടിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാം കൂടെ ഫിക്സ് ചെയ്യാൻ പോയി ഒരു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞിട്ട് ആ ഷെഡ്യൂൾ മാത്രം ഇന്ന ദിവസಕ್ಕೆ ഈ ഒരു റിട്ടേൺ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നന്നാവും പറഞ്ഞു. കോളത്തിൽ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയിടാം. അതിനകത്ത് ആബ്സെന്റ് ആക്കി ഇട്ടാ അപ്പൊ അത് ചെയ്യാൻ പറ്റും. അതിന് ഉദ്ദേശിക്കുന്നത് ശ്യാമള ചേച്ചി ആദ്യം നമുക്ക് തയ്യാറാക്കാം. അതിന് സഹായിക്കാൻ വേണ്ടി നമുക്ക് ഞാൻ മനോജിയെ തന്നെ വരാം. അത് ഒരു ഷീറ്റ് ഉണ്ടാക്കി അതിനകത്ത് ഒരു പ്രോഗ്രാം ഇടും, ചുമതലക്കാരെ ഇടും, അവൈലബിൾ ആയ ആൾക്കാരുടെ കാര്യങ്ങൾ ആഡ് ചെയ്യും, അവൈലബിൾ അല്ലാത്തത് നമ്മൾ ആബ്സെന്റ് ഇടും. അപ്പം ശശികുമാർജി പറഞ്ഞു അദ്ദേഹത്തിന് നോക്കുമ്പോൾ ഒരാളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇന്ന ദിവസം പറ്റുമല്ലോ എന്ന് പറയാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ എളുപ്പമാകാൻ വേണ്ടി പറഞ്ഞു അല്ലേ? അത് നമ്മള് 20-ാം തീയതി ഞാൻ മാത്രല്ല ആർക്ക് വേണമെങ്കിൽ ആരെയും വിളിക്കാലോ, അല്ലെങ്കിൽ എനിബഡി ക്യാൻ വളണ്ടിയർ. ഇതിൽ ഇരിക്കുന്ന പലർക്കും സംസാരിക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ഫില്ലായി. അതുപോലെ 20-ാം തീയതി മുതല് ജൂലൈ 31, 20-നിടയ്ക്ക് യൂട്യൂബ് എന്നൊക്കെ അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ മീറ്റ് എന്നൊന്ന് കൃത്യമായി പറഞ്ഞാൽ അതാണ് പ്രധാനം. അത് ഈ 20-ാം തീയതി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വരും. അതായത് 25, 26, 27 എല്ലാ ദിവസവും ശനിയാഴ്ച ദിവസമാണ് ഗൂഗിൾ മീറ്റ്. നമ്മൾ നേരത്തെ ഒരു 4 മീറ്റിംഗിൽ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥന, നമ്മുടെ നേതാക്കന്മാര് മീറ്റിംഗിൽ വരുമ്പോൾ ഒരു ബുക്ക് കർശനമായിട്ട് വേണം. നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ അത് നോട്ട് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഗ്രൂപ്പിനകത്ത് കൃത്യമായി മിനിറ്റ്സ് ഇടുന്നുണ്ട്, അത് കൃത്യമായി വായിക്കുകയും അത് വെച്ചോണ്ട് വേണം അടുത്ത മീറ്റിംഗിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ഇല്ല നമ്മുടെ സമയം വേസ്റ്റ് ആവും. നമ്മൾ കൃത്യമായ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രം വെയിറ്റ് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ അത് അത്ര ആകത്തില്ല. ഹാഫ് ഡേക്കുള്ളിൽ തന്നെ മിനിറ്റ്സ് കൃത്യമായി ഗ്രൂപ്പിൽ വരുന്നുണ്ട്. കോർ കമ്മിറ്റി വരും, നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി വരും. പക്ഷെ അത് നോക്കാതെ നമുക്ക് വീക്കിനുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന ആൾക്കാരുടെ ടൈമും അവരുടെ മെന്റൽ പെയിനും വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാൽ റിപ്പീറ്റ് ചെയ്യരുത്. ഉറപ്പായിട്ടും അടുത്ത മീറ്റിങ്ങുകളിൽ എല്ലാ അംഗങ്ങളും അവരുടെ ഒരു ബുക്ക് വേണം. ഓരോ സംഘടനയ്ക്ക് തന്നെ എനിക്കൊരു ബുക്കുണ്ട്, ഞാൻ കംപ്ലീറ്റ് കാര്യം സൂചിക്കുന്നു. ശ്യാമളച്ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും എല്ലാ അംഗങ്ങളോടും പറയുന്നത് മീറ്റിംഗ് വരുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഗൂഗിൾ മീറ്റിൽ വന്ന് ഇരിക്കുക എന്നുള്ളതല്ല. അവരുടെ ചുമതലയും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞു കൃത്യമായിട്ട്. 7th ജൂലൈയില് നമ്മൾ ഈ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. 4:47 7th ജൂലൈയിലെ കോർ കമ്മിറ്റിയില് ഈ ഷെഡ്യൂള് അതനുസരിച്ച് ആണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പറഞ്ഞു വരുമ്പോൾ ജൂലൈയിൽ ഇനിയും 2 വീക്കെൻഡ്സിലെ പരിപാടിയുണ്ട്. പിന്നെ ഓഗസ്റ്റില് ഫ്രം 1st to 16th നമ്മുടെ പ്രോഗ്രാം, 17th നമ്മുടെ കൺക്ലൂഡിങ്, അതായത് അനലൈസിസ് ആണ്, അതിന്റെ ഫീഡ്ബാക്ക് എടുക്കാനുള്ളതാണ്. നമുക്ക് വളരെ ഈസിയാണ്. 2 വീക്കെൻഡ്സ് ആൻഡ് ഫ്രം ഓഗസ്റ്റ് 1st to 16th ആ രീതിയിൽ നമ്മുടെ 3 ചരണങ്ങളിലായിട്ട് നമ്മുടെ ഈ പരിപാടി കഴിയും. അതെങ്ങനെ വേണമെന്ന് നമുക്ക് ഇപ്പൊ ഈ അടുത്ത ചരണത്തിനെ കുറിച്ചുള്ളത് നമുക്ക് 20-ാം തീയതി കഴിയുമ്പോൾ 21, 22 സംസാരിച്ച് ഫൈനലൈസ് ചെയ്യാം. 26, 27, 28 എങ്ങനെ വേണമെന്നുള്ളത്. പിന്നെ ബാക്കി 16 ദിവസത്തെ നമുക്ക് ഒന്നിച്ച് അല്ലെങ്കിൽ അത് ഹാഫ് ചെയ്ത് നമുക്കത് ചെയ്യാം. എനിക്ക് തോന്നുന്നു TPSC അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഒരു റിക്വസ്റ്റ് കൂടെ. 22-ാം തീയതി ഡൽഹിയിലെ വിദ്യാർത്ഥികളുടെ ഗംഭീരമായ റാലിയാണ്. പല ഹിന്ദു സംഘടനകളുമായിട്ട് സംയോജിച്ചുകൊണ്ട് വലിയ പരിപാടിയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ടൈം ഇല്ലെങ്കിൽ പോലും നമ്മളത് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റു നമ്മുടെ ഹിന്ദു പ്രസ്ഥാനങ്ങൾ, വിശ്വഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ ജോയിൻ ചെയ്യുന്നു. 24-ന് ബലികർമ്മമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഋഷികേശിലേക്ക് ഒരു വാഹനം ഇവിടുത്തെ കൾച്ചർ സെന്ററിൽ പോകുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് വേറെ 1-2 മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഈ സമയങ്ങളിൽ എന്റെ ഒരു പരിമിതി ഉണ്ട്. അപ്പൊ ജനറൽ സെക്രട്ടറി നിലയിൽ ഒരു കാര്യത്തിൽ എൻഗേജ് ആകുന്നതുകൊണ്ട് അതിന്റെ ചുമതല ഈ സമയങ്ങളിൽ നമ്മുടെ ഒരാളെ ഏൽപ്പിക്കാം, ഈ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാം. അതിപ്പോ ഈ കമ്മിറ്റി പറ്റുമെങ്കിൽ പറ്റാല്ല, നമുക്ക് അടുത്തൊരു കോർ കമ്മിറ്റിയിൽ നമുക്ക് കൺസെന്റ് ചെയ്യാം. പിന്നെ ഇടയ്ക്കൊരു കാര്യം ഓർത്തുകൊണ്ട് പറഞ്ഞാണ്, നമ്മൾ ഈ പ്രോഗ്രാം കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് 9 ചെറിയ മീറ്റിങ്ങുകൾ നടന്നിരുന്നു. ആ മീറ്റിങ്ങിലൊന്നും നമ്മൾ ഇത്ര ആൾക്കാരെ വിളിച്ചിട്ടില്ല. അതിന്റെ കൺസെന്റ് പേഴ്സണൽ ആൾക്കാർ മാത്രമായിരുന്നു. ചിലത് ഗൂഗിളായിട്ട് കൂടി, ചിലത് വാട്സപ്പിൽ വിളിച്ച്, ചിലത് മൊബൈൽ കണക്ട് ചെയ്തിട്ടാണ് ഓരോ കൺസെന്റ് എടുത്തത്. അത് കൃത്യമായി നടന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഫുൾഫിൽ ചെയ്തിട്ട് അതിന്റെ ഡെമോൺസ്ട്രേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഈ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ട് എല്ലാവരും ഉൾക്കൊണ്ട് പോകുന്നതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ സജഷനിലേക്ക് വന്നത്. ഞാൻ ഓർത്തപ്പോ പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഇന്ന് ഫൈനാൻസ് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനങ്ങൾ എടുത്ത് പോകാം. ഫൈനാൻസ് നമുക്ക് ഇതുവരെ ആവശ്യമായിട്ടൂടെ പറഞ്ഞിരിക്കുന്ന ആന്റിസിപ്പേറ്റഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 50,000 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫാർ വി ഹാവ് റിസീവ്ഡ് 17,500 rupees. ഔട്ട് ഓഫ് ദാറ്റ് 1,000 rupees we have spent. അതാണ് നമ്മുടെ ഇന്നത്തെ റിമൈനിങ് എമൗണ്ട് 16,500 in hand, whereas we need an amount of some 50,000. That's what
it was decided. നമ്മുടെ ആറാറിയേട്ടാ മറുപടി ചുമതല ആറാറിയേട്ടനെ നമ്മുടെ നരസിംഹൻ ചേട്ടനെ. മറുപടി അല്ല, എല്ലാവരും കുറെ പണം ഇങ്ങ് കൊണ്ടുവരിക എന്നുള്ള ആദ്യമായിട്ട് പറയാനുള്ളത്. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. 1500 രൂപ ഒരു ദിവസത്തെ എക്സ്പെൻസ് ആണ് നമ്മൾ മിനിമം എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ വ്യക്തികളും ഇതിൽ പങ്കെടുക്കുന്നവരും അതിന്റെ അഭ്യുദകാംക്ഷികളും അല്ലെങ്കിൽ ആര് തന്നെയൊക്കെ ആയാലും ഇതിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് പണം നമുക്ക് ആവശ്യമാണ്. കാരണം ഇപ്പോഴത്തെ പോസ്റ്റർ ഉണ്ടാക്കുന്നവർക്കും അതുപോലെ തന്നെ ക്യാമറക്കാർക്കും എല്ലാവർക്കും അവർ ഇപ്പോഴേ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൊടുത്തു തീർക്കേണ്ടായ കാശുകളാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 50,000 രൂപ എടുത്ത് നമുക്ക് 31 ദിവസത്തെ ചെലവ് വരും. അപ്പം പിന്നെയും വീണ്ടും റിക്വസ്റ്റ് ആണ്, ഞങ്ങൾ സമീപിക്കും. ഇതുവരെ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തവരെ നമ്മൾ സമീപിക്കുന്നുണ്ട്. 1500 രൂപ മിനിമം ആളെന്നൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഓഫർ ചെയ്യാത്തവര് സ്വയം ഓഫർ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ പേഴ്സണലി ഞങ്ങൾ ടെലിഫോൺ ചെയ്യാം. ചെയ്തിട്ട് ചെയ്യുന്ന സമയത്തെങ്കിലും ആ ഓഫർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എസ്റ്റിമേറ്റ് ആണ്. അതിന്റെ കണക്കുകളൊക്കെ നമ്മൾ ഇത് കഴിയും 31 ദിവസത്തെ കഴിയുമ്പോഴത്തേക്കും അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. ശ്യാമള മാഡം പ്രഗത്ഭയാണ്, നല്ലൊരു അക്കൗണ്ടന്റ് ആണ്, അവർക്കത് കഴിയുകയും ചെയ്യും. അതാണ് നമ്മൾ ഫിനാൻസിനെ കുറിച്ച് പറയാനുള്ള. ആരും അതിനകത്ത് മടി കാണിക്കരുത്. ഇതൊരു ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ കൊണ്ട് 1000-കണക്കിന് രൂപ മുടക്കുന്നു, കാണിക്കയിടുന്നു, എന്തെല്ലാം ചെലവുകൾ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇത് ഭഗവാന് വേണ്ടിയിട്ട് ജനമനസ്സിലേക്ക് ഭഗവാനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയല്ല, ഒരു വലിയ സംസ്കാരത്തിനെ നമ്മൾ എടുത്തു പൊക്കി കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ചെലവാണ് വളരെ തുച്ഛമായ ഒരു ദക്ഷിണം. അത് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോ പറയാനുള്ളത് കഴിയുന്നത്ര ഹെൽപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം. സർ, ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ചെലവ് 16 ദിവസത്തേക്കുള്ളതായിരുന്നു. ഇപ്പം നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ അനുസരിച്ച് 7 ദിവസം കൊണ്ട് കൂടിയപ്പോൾ നമ്മളുടെ ടോട്ടൽ പ്രോഗ്രാം ഡേയ്സ് 23 ആയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. താങ്ക് യു. ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സർട്ടിഫിക്കറ്റ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. ഒരു 50 രാമായണം ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് എം.ജി. സാർ അതിന്റെ ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞ്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് തന്നാൽ സ്പോൺസർഷിപ്പിലുള്ള ആള് പൈസ അയച്ചു കൊടുക്കും. അപ്പൊ അതുകൂടെ ഇതിനകത്ത് വന്ന കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നേ. ഓക്കെ. അല്ല, വിനോദനോട് പറഞ്ഞു അതില് 35 രാമായണം ഡൽഹിക്ക് അയക്കണമെങ്കിൽ അതിന്റെ എക്സ്പെൻസ് അവര് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 15 രാമായണം കോട്ടയത്തേക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. അതുകൂടെ കൂട്ടി എമൗണ്ട് പറഞ്ഞാൽ സാർ, അത് വാങ്ങിച്ചിട്ട് 30+ അതെ. അതായത് DC ബുക്സിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം കമ്മീഷൻ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നമ്മള് എഗ്രി ചെയ്തിരിക്കുന്നു. അഞ്ചെണ്ണം തൃശ്ശൂർ അയച്ചു തരും. എം.ജി. സാർ അതുകൊണ്ട് അത് ഒരു 5 എണ്ണം അതിൽ നിന്ന് തൃശ്ശൂർ അയച്ചു കൊടുക്കാം. ഒരു 30 എണ്ണം മതി ഡൽഹിയിലേക്ക്. അല്ലാതെ അഡ്രസ് തന്നാൽ അവർ അവിടെ നിന്ന് അയച്ചോളും. അവര് DC ബുക്സിന് അയച്ചോളും. കൊറിയർ അഡ്രസ് തന്നാൽ മതി. നമ്മൾ അതിന്റെ പൈസ അവരെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ എന്റെ ക്രമീകരണം പറഞ്ഞു. അത് നേരിട്ട് സംസാരിക്കാം. അതെ, DC ബുക്സ് ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇവിടെ കളക്ട് ചെയ്തോളാം. തൃശ്ശൂരുണ്ടല്ലോ. അത് സാറേ, അത് അവര് ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് വേറെയാണ്. നമ്മള് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അവര് നമുക്കിവിടെ നമ്മുടെ സ്ഥാപനത്തിലെ പതഞ്ജലി പ്രാണായാമ ബുക്സ്, യോഗ ബുക്സ് ഒക്കെ ഇവിടെ എടുക്കുന്നതുകൊണ്ട് 33% നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് സാറേ അത് നമുക്ക് ഫോണിൽ സംസാരിക്കാം. അനൗൺസ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ഫോണിൽ സംസാരിക്കാനുള്ള ക്ലിയർ ചെയ്യാം മതി. അപ്പൊ നമുക്ക് മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാം. സമയത്തിന്റെ കൊണ്ടാണ് നമ്മൾ ജോട്ട് ഡൗൺ ചെയ്തിരുന്ന പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഇനി മറ്റൊന്നും കൂടി ചേർക്കാനില്ലെങ്കിൽ ഓക്കെ, അപ്പം നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. ലിങ്ക് വരുമ്പം, അതിന്റെ പോസ്റ്റ് വരുമ്പം സർവ്വ ആൾക്കാരും അത് സ്റ്റാറ്റസ്
ഫോക്കസ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിക്കുക. ഈ കാര്യത്തിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റും. ഓരോരുത്തരും അവരവരുടെ ഒരു 25 പേരെ പങ്കെടുപ്പിച്ചാൽ തന്നെ വലിയൊരു നമ്പർ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം. ഇതിന്റെ വളരെ ഒരു ഗ്രേറ്റ് സ്പീച്ചാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഏറ്റവും അർഹനായ മലയാളത്തിലെ ഇതിന് അർഹമായ ഒരാളാണ് സ്പീച്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർഹമായ സ്ഥലത്ത് നമ്മൾ വിളക്ക് കൊളുത്തിയേക്കുന്നത്. അതുപോലെ നമ്മുടെ അധ്യക്ഷന്റെ വളരെ കൃത്യമായ ഒരു സംഘടന അധ്യക്ഷൻ നടത്തേണ്ട കൃത്യം പ്രശ്നം അദ്ദേഹം നടത്തിക്കുന്നത്. അപ്പം അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സംഘടനയെക്കുറിച്ചും ഇത്തരം പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാൻ പറ്റും. അപ്പം ഈ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും സംഘടനയുടെ നന്ദി അറിയിക്കുന്നു. മംഗളത്തോടു കൂടി അവസാനിപ്പിക്കാം. സാർ, ഓക്കെ, നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. ഓം സർവേപി സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നന്ദി.